ശ്രീബാല അവസാന ഭാഗം. രചന അനി ബിജു ഫിദ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി നൂഞ്ഞേരി. ഇന്നലെ നിന്നെ ഇന്ദ്രൻ നൽകിയ വിഷയം ഞാൻ അറിഞ്ഞു ബാലേ. നന്ദിനിയെ ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു തുടങ്ങി. പക്ഷെ നീ അവനോട് അങ്ങനെ ചോദിച്ചെങ്കിൽ നിന്നെ കുറ്റം പറയാനും പറ്റില്ല. നാട്ടിലെല്ലാവരും പറയുന്ന കഥകൾ നീയും കേൾക്കുന്നു. നീ അത് വിശ്വസിച്ചില്ല, അത്ഭുതമില്ല. പക്ഷേ സത്യം അതൊന്നല്ല മോളെ. എനിക്ക് അവൻ എൻ്റെ സ്വന്തം അനുജനെ പോലെയാ. ചെറുപ്പത്തിൽ അവൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നു. അന്ന് അവൻ ഓടി വന്ന് എന്നോട് നിന്നെക്കുറിച്ച് വാദവരാതെ പറയുമായിരുന്നു. നന്ദിനി പറയുന്നൊന്നും വിശ്വാസം വരാതെ ബാലൻ നന്ദിനിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. ഇവൻ അന്നേ ഇത്തിരി ജാടക്കാരനായിരുന്നു. സ്കൂളിൽ അത്രയും പെൺപിള്ളേർ അവൻ്റെ പുറകെ നടക്കുമ്പോഴും അവന് ഇഷ്ടം നിന്നെ മാത്രമായിരുന്നു. അത് നിന്നോട് തുറന്നു പറയാനുള്ള മടിയുള്ളതുകൊണ്ടാ നീ പോകുന്ന വഴിയിലൊക്കെ ചാടിയിട്ട് വന്നിരുന്നത്. ഒരുപക്ഷെ അവനത് നിന്നോട് പറയായിരുന്നു. അതിനു മുന്നേ ആ പാൻറ് കയറിയ സംഭവം ഉണ്ടായത്. ആ നാണക്കേട് കാരണം പിന്നെ നിന്നോട് ദേഷ്യം കാണിക്കാൻ തുടങ്ങി. അവസാനം അന്ന് നിന്നെ ഒന്ന് പേടിപ്പിച്ച് ഈ സിനിമാ സ്റ്റൈലിൽ തൻ്റെ ഇഷ്ടം തുറന്നു പറയുന്ന സീനില്ലേ, അതുപോലെ അവൻ നിന്നോട് പറയാനാ അന്ന് നിന്നെ ആ ക്ലാസ്സിൽ പിടിച്ചു നിർത്തിയത്. പക്ഷേ അതും അങ്ങനെ ആയിപ്പോയി. ബാലയുടെ കണ്ണുകൾ അതിശയത്തോടെ വിടർന്നു. അതിനുശേഷം ആ ഇഷ്ടം പറയാൻ അവനൊരു അവസരം കിട്ടിയിട്ടില്ലെന്നാണ് സത്യം. പിന്നീട് സാഹചര്യങ്ങൾ മാറി, നിങ്ങൾ വളർന്നു. പക്ഷെ ഇന്നും അവൻ്റെ ഉള്ളിൽ ആ ഇഷ്ടമുണ്ട് കേട്ടോ. ഈ 30 വയസ്സായിട്ടും അവൻ കെട്ടാൻ നിൽക്കുന്ന പോലും നിനക്ക് വേണ്ടിയാ. അന്ന് നിന്നെ കെട്ടിച്ചിരുമെന്ന് അവൻ നിന്റെ വീട്ടിൽ വന്ന് ചോദിച്ചും ആ ഇഷ്ടം കൊണ്ട് തന്നെയായിരുന്നു. പക്ഷെ ചോദിച്ച രീതി അങ്ങ് മാറിപ്പോയി, അത്രമാത്രം. നന്ദിനി ചിരിയോടെ പറയുമ്പോൾ ബാലക്ക് കേട്ടൊന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു. അവൾ കണ്ണും വീഴ്ചിരിക്കുമ്പോൾ നന്ദിനിയുടെ മോൾ അകത്തുനിന്ന് പുറത്തേക്ക് വന്നു. മോള് കഴിച്ചു കഴിഞ്ഞാ? നന്ദിനി ചോദിച്ചുകൊണ്ട് അവളെ മടിയിലേക്ക് എടുത്തിരുത്തിക്കൊണ്ട് ബാലയെ നോക്കി വീണ്ടും സംസാരിച്ചു. ഇവളെൻ്റെ വയറ്റിൽ 9 മാസം ഉള്ളപ്പോഴാണ് രാജീവേട്ടൻ പോയത്. അതിർത്തിയിലെ വെടിവെപ്പിൽ മരിച്ചു. ഒരു ധീര ജവാന്റെ ഭാര്യയാണ് ഞാൻ. പക്ഷെ ഒരു പെണ്ണ് തനിച്ചായതോടെ എന്നെ മോശം കണ്ണോടെ കാണാൻ പലർക്കും കൊതിയായി. ഞാനൊരുപാട് പൊരുതി നിന്നു. അവസാനം രാജീവേട്ടൻ്റെ നാട്ടിൽ തനിച്ച് ജീവിക്കാൻ പറ്റാതായപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്. നന്ദിനിയുടെ കണ്ണുകളും നിറഞ്ഞു. ഇവിടെ വന്നപ്പോഴും അവസ്ഥ അത് തന്നെയായിരുന്നു. പക്ഷെ ഇവിടെ എനിക്ക് എൻ്റെ പഴയ അനുജനെ തിരിച്ചിട്ടി, ഇന്ദ്രൻ. അവനുള്ളതുകൊണ്ട് മാത്രം ഞാനും ഇവിടെ ധൈര്യമായിട്ട് ജീവിക്കുന്നു. ജന്മം കൊണ്ട് അവൻ എൻ്റെ സ്വന്തം സഹോദരനല്ലായിരിക്കാം, പക്ഷേ കർമ്മം കൊണ്ട് അവൻ എൻ്റെ സ്വന്തം. പക്ഷേ നാട്ടുകാർക്ക് അത് കാണാൻ കണ്ണില്ല. ഒരാണും പെണ്ണും ഒരുമിച്ച് സംസാരിച്ചാൽ അത് പ്രണയം അവിഹിതമാണെന്ന് അവർ പറയും. പറയുന്നവർ പറയട്ടെ എന്നാ അവൻ പറയാറുള്ളത്. ആദ്യത്തെ ആളുകൾ മോശമായി സംസാരിക്കുമ്പോൾ എനിക്ക് വല്ലാതെ സങ്കടം വന്നിരുന്നു. പക്ഷെ അവനതൊന്നും വകവെക്കാറില്ല. ഇന്നൊരു ചേച്ചിക്കുന്ന പോലെ അവൻ എനിക്ക് കാവല. നന്ദിനിയുടെ വാക്കുകൾക്ക് മുന്നിൽ ബാലക്ക് മറുപടിയില്ലായിരുന്നു. താൻ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ കുറച്ച് സമയം അവിടെ നിശബ്ദയായിരുന്നു. പിന്നെ മോളടുത്തേക്ക് വിളിച്ച് അവളുടെ കവിളിൽ ഉമ്മ കൊടുത്തു. ചേച്ചി പോയിട്ട് പിന്നെ വരാട്ടോ എന്ന് മോളോട് പറഞ്ഞു. നന്ദിനിയോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തനിക്ക് ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ പോലും ബാലക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. മനസ്സാകെ ശൂന്യമായിരുന്നു. കടയിലെത്തി അവൾ നടന്നെല്ലാം ബിന്ദു ചേച്ചിയോട് പറഞ്ഞു. ചേച്ചിക്കൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ നന്ദിനിയുടെ വാക്കുകൾ ബാലയുടെ ഉള്ളിൽ ഒരു വലിയ കൊടുങ്കാറ്റ് തന്നെയാണ് ഉണ്ടാക്കിയിരുന്നത്. ഉച്ചയായപ്പോൾ പതിവ് പോലെ ബാലയും ബിന്ദു ചേച്ചിയും ചോറ് കഴിക്കാനിരുന്നു. പക്ഷെ ഇന്ദ്രനെ കുറിച്ചുള്ള ചിന്തകൾ കാരണം ബാലക്കൊരു വറ്റൊന്നും തൊണ്ടയിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. ആൾ വെറുതെ ചോറുപാത്രത്തിൽ കൈയിട്ട് ഇളക്കിക്കൊണ്ടേയിരുന്നു. നീ എന്താടിയൊന്നും കഴിക്കാത്ത? ബിന്ദു ചേച്ചി ചോദിച്ചെങ്കിലും ബാല വെറുതെ ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്ത്. ഊണ് കഴിഞ്ഞ് കയ്യും കഴുകി അവൾ ധൃതിയിൽ തന്നെ സാരി സെക്ഷനിലേക്ക് തിരിച്ചെത്തി. കസ്റ്റമേഴ്സ് ആരും ഇല്ലാത്തതുകൊണ്ട് തുണികൾ ഓരോന്നായി മടക്കി വെക്കാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് കടുപ്പമേറിയ ഭാവത്തോടെ ഇന്ദ്രനകത്തേക്ക് കയറി വന്ന്. അവന്റെ മുഖം ദേഷ്യം കൊണ്ട് കറുത്തിരുണ്ടിരുന്നു. കണ്ണുകളിൽ വന്യമായൊരു ഭാവം. നേരെ താൻ നിൽക്കുന്ന സെക്ഷൻ ലക്ഷ്യമാക്കി നടന്നു വരുമ്പോൾ ബാലയുടെ ഉള്ളിലൊരു ഭയം മിന്നി മറഞ്ഞു. അവൾ അറിയാതെ സാരികൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചൊരടി പിന്നോട്ട് മാറി. അവൾക്ക് തൊട്ട് മുമ്പിൽ വന്ന് ഇന്ദ്രൻ സഡൻ ബ്രേക്ക് ഇട്ട പോലെ നിന്നു. അവന്റെ ദേഷ്യം കലർന്ന ശ്വാസമെടുപ്പ് ബാലക്ക് തൊട്ടറിയാമായിരുന്നു. നീ എന്തിനാടി ഇന്ന് രാവിലെ നന്ദിനിയുടെ വീട്ടിൽ പോയത്? കടയിലുള്ള ആളുകളൊക്കെ കേൾക്കെയുള്ള അവന്റെ അലർച്ചയിൽ ബാല പാതി ചത്തു നിന്നിരുന്നു. ചുറ്റുമുള്ള ജീവനക്കാരെല്ലാം അവരെ തന്നെ നോക്കാൻ തുടങ്ങി. ഞാൻ ഭയം കാരണം ബാലയുടെ തൊണ്ടവരുണ്ട്. വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. നിനക്ക് പൈസയുടെ സാവകാശമല്ലേ വേണ്ടത്? അതിനൊരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞു തന്നു നിനക്ക്. അത് പറ്റില്ലെങ്കിൽ പൈസ എന്ന ഇടപാട് തീർക്കുക. അതിന് പകരം അവൾ പോയേക്കുന്നു. ഇന്ദ്രൻ വിരൽ ചൂണ്ടി പല്ലിറുമി പറയുമ്പോൾ ബാല ഒന്ന് ഭയന്ന് വിറച്ച് നിൽക്കുകയായിരുന്നു. ഞാനൊന്നും മോശമായി പറഞ്ഞിട്ടില്ല. എൻ്റെ അച്ഛൻ്റെ അവസ്ഥയോർത്ത് ആൾ കരച്ചിലിന്റെ വക്കിലെത്തി പറഞ്ഞു. നിന്റെ കണ്ണീരെന്റെ മുമ്പിൽ വേണ്ട ശ്രീബാല. ഇന്നലെ നീ എന്റെ ഓഫീസിൽ വന്ന് പറഞ്ഞ ഞാൻ മറന്നിട്ടില്ല. ഇനിയും കൂടുതൽ എന്നെ ചൊടിപ്പിച്ചാ ഞാൻ പറഞ്ഞ വാക്കങ്ങ് മാറ്റും. ഈ മാസം അവസാനം വരെ ഞാൻ നോക്കില്ല. നാളെ തന്നെ നിന്റെ അച്ഛനെയും കൂട്ടി നിന്നെ ആ പെരുവഴിയിലേക്ക് ഇറക്കും. ഓർത്തു വെച്ചോ. ഇന്ദ്രന്റെ ആ കടുപ്പമേറിയ വാക്കുകളും എല്ലാവരുടെയും മുമ്പിൽ വെച്ചുള്ള ആക്ഷേപവും ബാലയുടെ നിയന്ത്രണം പൂർണ്ണമായും തകർത്തു. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീറാണ് പൊട്ടിയൊഴുകി. തലവാഴ്ത്തി പിടിച്ച് ചുണ്ടുകൾ അമർത്തി പിടിച്ച് അവിടെ നിന്ന് പൊട്ടിക്കരയുമ്പോൾ അവന്റെ ശബ്ദവും നിലച്ചു.
വർഷങ്ങളായി തന്റെ മുന്നിൽ തോറ്റു തരാത്ത എപ്പോഴും വാശി കാണിക്കുന്ന ആ പെണ്ണിന്റെ കണ്ണീര് അന്ന് ആദ്യമായി അത്രയെടുത്ത് കണ്ടപ്പോൾ ഇന്ദ്രന്റെ ഉള്ളിൽ വല്ലാത്തൊരു നീറ്റൽ തോന്നി. അവളുടെ വിറക്കുന്ന തോളുകളും തളർന്ന നിൽപ്പും അവന് നെഞ്ചിലെവിടെയോ ചെന്ന് തറച്ചു. ഉള്ളിൽ തോന്നിയ ആ സ്നേഹവും സങ്കടവും പുറത്തു കാണിക്കാതിരിക്കാൻ അവൻ വല്ലാതെ പാടുപെട്ടു. മുഖത്തെ ഗൗരവം നിലനിർത്താൻ ശ്രമിച്ചെങ്കിലും അവന്റെ കണ്ണുകളിലെ വന്യത ആ നിമിഷം മാഞ്ഞു പോയിരുന്നു. ഇനി അവിടെ നിന്നാൽ തന്റെ ഉള്ളിലെ ദയ പുറത്തു വരുന്ന മനസ്സിലാക്കിയതുപോലെ അവൻ കടുപ്പത്തിലൊന്ന് ദീർഘശ്വാസം എടുത്തു. പിന്നെ അവിടെ ആ കണ്ണീര് കാണാത്ത പോലെ തിരിഞ്ഞു നടന്നു. കടയുടെ പടികൾ ദേഷ്യത്തോടെ ഇറങ്ങിപ്പോകുന്ന അവന്റെ ആ രൂപത്തെ നോക്കി നെഞ്ചിലെ ഭാരത്തോടെ ബാല അവിടെ തന്നെ തളർന്നു നിന്നു. അവിടെ നിന്ന് ഇറങ്ങിയുള്ള യാത്രയിലും ഇന്ദ്രന്റെ മനസ്സ് ശാന്തമായിരുന്നില്ല. ബാലയുടെ ആ കരച്ചിൽ അവന്റെ മനസ്സിൽ കിടന്ന് വിങ്ങിക്കൊണ്ടേയിരുന്നു. ബൈക്കുമായി നേരെ പാഞ്ഞ് നന്ദിനിയുടെ വീട്ടിലേക്കായിരുന്നു. അവിടെ എത്തിയപ്പോൾ ചിന്നുമോൾ ഓടി വന്ന് അവന്റെ മടിയിൽ കയറി സ്ഥാനം പിടിച്ചു. മോളെ കളിപ്പിക്കുമ്പോഴും അവന്റെ മനസ്സ് അസ്വസ്ഥമായി. ബാലയെക്കുറിച്ചായിരുന്നു ഓർത്തത്. ഈ സമയം നന്ദിനി ഒരു ഗ്ലാസ് ചൂട് ചായയുമായി അവന്റെ അടുത്തേക്ക് വന്നു. അവനടുത്തേക്ക് ഇരിക്കുമ്പോൾ അവളൊന്ന് അവനെ നോക്കി. ഞാൻ പറഞ്ഞ ഒരുപാട് കൂടിപ്പോയി അല്ലേ ചേച്ചി? അവന്റെ ചോദ്യത്തിന് അവൾ ശാന്തമായി ചിരിച്ചു. ഒരുപാട് കൂടിപ്പോയി. വഴക്ക് പറയരുതെന്നൊക്കെ കരുതും. പക്ഷെ എന്നെ ഒന്നും ശ്രദ്ധിക്കാതെ അവൾ അങ്ങനെ പോകുമ്പോൾ ദേഷ്യം വരും. എനിക്ക് എൻ്റെ ഉള്ളിലെ സ്നേഹം ഇങ്ങനെ അവൾക്ക് മുമ്പിൽ കാണിക്കണമെന്നറിയില്ല. എൻ്റെ മുന്നിലാ അവൾ ഇന്നലെ വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു. ഇന്ദ്രൻ തന്റെ അവസ്ഥ നന്ദിനിയോട് പറയുമ്പോൾ നന്ദിനി എല്ലാം കേട്ടിരുന്നു. അവളൊരു പാവാണ്, എല്ലാവരും കൂടെ അതിനെ പിഴിഞ്ഞു തിന്നുക. ഇനിയും നീ ഇങ്ങനെ ഉള്ളിൽ വെച്ച് സ്നേഹിക്കാതെ അതിന് വിളിച്ചിറക്കി കൂടെ കൂട്ടൂ. നന്ദിനിയുടെ വാക്കുകൾക്ക് അവൻ പതിയൊന്ന് മൂളി. എനിക്കറിയാമല്ല, പക്ഷെ അവളെന്തിനാ എല്ലാത്തിനും ഇങ്ങനെ നിന്നു കൊടുക്കുന്നത്? അവൻ വീണ്ടും ചോദിച്ചു. അവളൊരു പാവായതുകൊണ്ട് അതിനറിയില്ല എന്നാണ് ഇവരോടൊക്കെ പറയേണ്ടതെന്ന് പോലും. നന്ദിനിയുടെ മറുപടിക്ക് അവനൊന്ന് വീണ്ടും മൂളി. ഇനി ഞാൻ അവളോട് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അവൾ എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാലോ? എനിക്ക് പേടിയയച്ചു. അവളെ നിന്നേക്കായി നഷ്ടപ്പെട്ടു പോകുന്ന പേടി. അവന്റെ വാക്കുകൾ കേട്ട് നന്ദിനി ഒന്ന് ചിരിച്ചു. ദാ നീ ഇപ്പം ഈ കാണിക്കുന്നില്ലേ, ഈ ഇഷ്ടം ഇങ്ങനെ ഉള്ളിൽ പൂട്ടി വെച്ച് അവളെ വേദനിപ്പിക്കുന്നു. അങ്ങനെ നീ ഇനിയും മുന്നോട്ട് പോയാൽ അവൾ നിനക്ക് ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. അതുകൊണ്ട് നീ നിന്റെ ഉള്ളിലുള്ള പുറത്തെടുത്ത് അവൾ അറിയിക്കണം. സ്നേഹത്തോടെ നന്ദിനി അവനെ ഉപദേശിക്കുമ്പോഴും എല്ലാം മൂളി കേൾക്കുന്നുണ്ടായിരുന്നു അവൻ. പക്ഷെ അപ്പോഴും അവളോടുള്ള ഇഷ്ടം പറയാൻ അവന് വല്ലാത്തൊരു ചമ്മലായിരുന്നു. പണ്ട് നടന്ന ആ സംഭവം പറഞ്ഞ് അവൾ വീണ്ടും തന്നെ കളിയാക്കുമോ, അതിനുശേഷം നടന്നോർത്ത് ആട്ടിയകറ്റുമോ എന്നൊക്കെയുള്ള പേടിയുമായിരുന്നു അവന്റെ ഉള്ളിൽ. അന്നത്തെ ആ സംഭവം ശ്രീബാലയെ വല്ലാതെ തളർത്തിയിരുന്നു. അവളൊന്ന് ഒരുപാട് കരഞ്ഞു. പിന്നെ പതിവ് പോലെ കരഞ്ഞിട്ടെന്ത് കാര്യമെന്ന് സ്വയം ചോദിച്ച് സങ്കടങ്ങളെല്ലാം ഉള്ളിലൊതുക്കി അവൾ ജോലികൾ തുടർന്നു. വൈകുന്നേരം പതിവ് പോലെയാണ് അന്നും വീട്ടിലേക്ക് നടന്നത്. പക്ഷെ വീട്ടുമുറ്റത്തേക്ക് കയറുമ്പോൾ തന്നെ അവിടെ വല്ലാത്തൊരു അസ്വസ്ഥ അവൾക്ക് തോന്നി. അച്ഛൻ തലക്ക് കൈവച്ച് കസേരയിൽ നിന്ന് വിറക്കുന്നുണ്ട്. ഉള്ളിൽ വല്ലാത്തൊരു പേടിയോടെ അവൾ മുന്നോട്ട് നടക്കുമ്പോൾ രുക്മിണിയമ്മ അവളെ കണ്ട് പുറത്തേക്ക് വന്നു. എന്താ അച്ഛാ, വയ്യേ? ബാഗ് മാറ്റി വെച്ചുകൊണ്ട് ബാല ചോദിക്കുമ്പോൾ രുക്മിണിയായിരുന്നതിന് മറുപടി അറിഞ്ഞു. അത് ബാലെ, വിദ്യ ഇതുവരെ കോളേജിൽ നിന്ന് വന്നിട്ടില്ല. ഫോൺ വിളിച്ചപ്പോൾ അവൾ ആരോടൊപ്പം പോവാണെന്ന് പറഞ്ഞു. ഇനി ഈ വീട്ടിലേക്ക് വരില്ലെന്ന്. രുക്മിണി നെഞ്ചിൽ തടവി കരയാൻ തുടങ്ങിയപ്പോൾ ബാലയുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പാഞ്ഞുപോയി. എന്തൊക്കെ പറഞ്ഞാലും അവൾ തന്റെ സഹോദരിയല്ലേ, ഒരു പെൺകുട്ടിയല്ലേ. ബാല ആദ്യോടെ രുക്മിണിയെ നോക്കുമ്പോൾ ആ വീട്ടിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അച്ഛൻ തളർന്ന് കിടപ്പിലായിട്ട് പോലും ഒരിറ്റ് കണ്ണീർ പൊഴിക്കാത്ത ആ സ്ത്രീ ഇന്ന് സ്വന്തം മകൾക്ക് വേണ്ടി കരയുന്നവൾ കണ്ടു. നീ എന്താണ് ഇങ്ങനെ നോക്കിക്കുന്നേ? എന്റെ കൊച്ചിനെ ആരോ തട്ടിക്കൊണ്ടുപോയതാവും, ഒന്ന് പോയി അന്വേഷിക്കുന്നേ. ആ അവസ്ഥയിലും രുക്മിണി ബാലയെ തന്നെ കുറ്റപ്പെടുത്തും പോലെ പറയുന്ന കേട്ട് നിൽക്കാൻ ആ അച്ഛന് കഴിഞ്ഞില്ല. അയാൾ ഇടയിൽ കയറുമ്പോൾ രുക്മിണി അയാൾക്ക് നേരെയും ചിറഞ്ഞു നിന്നിരുന്നു. അവസാനം ബാല തന്നെ ടൗണിലെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി വിദ്യയെ കാണാനില്ലെന്ന് പറഞ്ഞ പരാതിയും നൽകി. ഏതോ പയ്യന്റെ കൂടെ പോയതാണെന്നറിയാം, പക്ഷെ അവൻ ആരാണെന്ന് അറിയണ്ടേ സാറേ. ഒരു പെൺകുട്ടിയല്ലേ അവള്, നാളെ എന്തെങ്കിലും സംഭവിച്ചാ? ബാല സ്റ്റേഷനിൽ ഇരുന്നു ആദ്യം പിടിച്ചു. സ്റ്റേഷനിൽ അവളുടെ വിവരങ്ങളും ഫോട്ടോയും കൂടി തിരിച്ച് അവൾ വീട്ടിലെത്തുമ്പോഴേക്കും രാത്രി ഒരുപാടായിരുന്നു. എന്നാൽ അവൾ എത്തുമ്പോൾ വീടിനുള്ളിൽ നിന്ന് വല്ലാത്ത വഴക്കിന്റെ ശബ്ദങ്ങളാണ് അവൾ കേട്ടത്. എല്ലാം നിങ്ങളുടെ ഈ കിടപ്പുകാരൻ ഉണ്ടായതാ. പണിക്ക് പോകാൻ മടിയായിട്ട് ഒരു അസുഖമില്ലാത്ത കാലം വെച്ച് നിങ്ങളിങ്ങനെ ഇരുന്നോ? നിങ്ങൾക്കൊരു കഴിവില്ലാത്തോണ്ടല്ലേ എന്റെ കുഞ്ഞ് വീട് വിട്ട് ഇറങ്ങിപ്പോയത്. ഇന്ദ്രൻ നാളെ വന്ന് നമ്മളെ ഇറക്കി വിടുമെന്ന് പേടിച്ചിട്ടാ എന്റെ മോള് പോയത്. അകത്തേക്ക് വന്ന ബാല കേട്ടത് ഇതായിരുന്നു. ആർക്കു മുന്നിൽ അവർ പറയുന്നെല്ലാം കേട്ട് നിസ്സഹായനായിരിക്കുന്ന ആ മനുഷ്യൻ ആവുന്ന കാലത്ത് കുടുംബത്തിന് വേണ്ടി ചോര നീരാക്കിയതൊക്കെ അനുഭവിച്ച് ഇന്ന് അയാൾ തളർന്നു വീണപ്പോൾ ആ സ്ത്രീയുടെ ക്രൂരത അവൾക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. രുക്മിണിയമ്മേ! ബാല കടുപ്പത്തിൽ വിളിച്ചിട്ട് അവർക്ക് മുന്നിലേക്ക് വന്നു. മതി, ഇനി നിങ്ങൾ വായ തുറന്നാ ഞാൻ നോക്കിയേക്കില്ല. എന്റെ അച്ഛൻ അധ്വാനിച്ചപ്പോ ആ പണം മുഴുവൻ ദൂർത്തടിച്ചത് നിങ്ങളല്ലേ? അതൊക്കെ നിങ്ങൾ പറഞ്ഞാലും ഞാൻ മറക്കില്ല. നിങ്ങളുടെ മോള് വിദ്യ പോയെങ്കിലേ അതിന് കാരണം നിങ്ങളുടെ ഈ സ്വഭാവം, നിങ്ങൾ അവളെ വളർത്തിയ രീതിയാ. അതിനെന്റെ അച്ഛനെ പഴി പറഞ്ഞാലുണ്ടല്ലോ. വിറഞ്ഞുതുള്ളി ബാല ആദ്യമായി ചോദിച്ച ആ ചോദ്യങ്ങൾക്ക് മുമ്പിൽ രുക്മിണി ഒരു നിമിഷം പകച്ചു പോയെങ്കിലും അടങ്ങാൻ അവരും തയ്യാറായിരുന്നില്ല. മതി മോളെ, ഇനിയൊരു വഴക്ക് വേണ്ട. ദാസൻ കരഞ്ഞോട് ബാലയുടെ കൈകൾ പിടിച്ചു. അവളോട് പറഞ്ഞിട്ട് കാര്യമില്ല മോളെ, എന്റെ വിധി. നീ എന്നെ ഒന്ന് മുറിയിലേക്ക് കൊണ്ടുപോ. അച്ഛൻ വിറക്കുന്നുണ്ടായിരുന്നു. ബാല രുക്മിണിയെ പുച്ഛത്തോടെ നോക്കിയ ശേഷം അച്ഛനെയും താങ്ങി പിടിച്ച് മുറിയിലേക്ക് നടന്നു.
മുറിയിലെത്തിയതും ദാസൻ ബാലയുടെ കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അറിയാതെ കരഞ്ഞുപോയി. മോളെ, അച്ഛനോട് ക്ഷമിക്കടാ. എന്റെ ഒരു തെറ്റുകൊണ്ടാ നിന്റെ ജീവിതം ഇങ്ങനെ നരകായത്. അച്ഛൻ ആരെയും തിരുത്താൻ കഴിഞ്ഞില്ല. എന്റെ മോള് ക്ഷമിക്കുന്നോട്. അയാളുടെ വാക്കുകൾക്ക് മുമ്പിൽ അവൾ പതറുമ്പോഴും ആ അച്ഛനെ വേദനിപ്പിക്കാൻ അവൾ കഴിഞ്ഞില്ല. എന്തിനാ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കൊരു സങ്കടവുമില്ല. ഞാനിതൊന്നും ശ്രദ്ധിക്കാറേയില്ല. പിന്നെ വിദ്യയെ പോലീസ് വേഗം കണ്ടുപിടിക്കും. അച്ഛൻ വിഷമിക്കാതെ കിടന്നുറങ്ങ്. അവൾ അച്ഛന്റെ കണ്ണീർ തുടച്ചു മാറ്റി നെറ്റിയിൽ തലോടി ആശ്വസിക്കുമ്പോൾ സ്വന്തം ഉള്ളു നേറിയത് ആരെയും അറിയിച്ചില്ല. അച്ഛനെ കിടത്തി അവൾ പുറത്തേക്ക് ഇറങ്ങി. ആളിൽ രുക്മിണി ആദ്യ പിടിച്ച് നടക്കുന്നുണ്ട്. അത് ശ്രദ്ധിക്കാതെ ബാലമുറിയിലേക്ക് പോയെങ്കിലും ആ രാത്രി അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൾ ജനാലക്കരികിൽ നിന്ന് പുറത്തേക്ക് നോക്കി നിന്നു. പുറത്ത് മഴ വീണ്ടും പെയ്യുന്നുണ്ടായിരുന്നു. പുലർച്ചെ 5 മണിയോടടുത്തപ്പോൾ ബാലയുടെ ഫോൺ ശബ്ദിച്ചു. പോലീസ് സ്റ്റേഷനിൽ നിന്നായിരുന്നു അത്. വിധിയെ കിട്ടിയിട്ടുണ്ടെന്നും അവളും ആ പയ്യനും സ്റ്റേഷനിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അത് അച്ഛനോട് പറയാൻ ആ മുറിയിലേക്ക് ഓടിയതാണ്. പക്ഷെ താൻ ആ വിവരം പറഞ്ഞിട്ടും അച്ഛൻ അനങ്ങുന്നില്ല. ബാല ഇരുട്ടിൽ അച്ഛന്റെ തോളിൽ പിടിച്ച് കുലുക്കി വിളിച്ചു. പക്ഷെ ദാസൻ ഉണർന്നില്ല. അച്ഛാ, തമാശ കളിക്കാണ്ട് എഴുന്നേൽക്കച്ചാ. അവൾ ഭയത്തോടെ മുറിയുടെ ലൈറ്റ് ഓൺ ചെയ്തു. ആ മുറിയിൽ വെളിച്ചം വീണപ്പോൾ അവൾ കണ്ട കാഴ്ച അവളെ തളർത്തുന്നായിരുന്നു. ദാസന്റെ കണ്ണുകൾ പാതി തുറന്ന് ശരീരം തണുത്തുറഞ്ഞു പോയിരുന്നു. ആദ്യോടെ അവൾ ഓടി വന്ന അച്ഛന്റെ കയ്യിൽ പിടിക്കുമ്പോൾ ആ കൈകൾക്ക് യാതൊരു ജീവനും ഉണ്ടായിരുന്നില്ല. അച്ഛാ! ബാലയുടെ ഉള്ളിൽ നിന്ന് വന്യമായൊരു നിലവിളി ഉയർന്നു. അവൾ അച്ഛന്റെ നെഞ്ചിലേക്ക് വീണ് ഉറക്കെ കരഞ്ഞു. അച്ഛ, എന്നെ തനിച്ചാക്കി പോയല്ലേ, എഴുന്നേൽക്ക അച്ഛ. എനിക്ക് ആരുമില്ല അച്ഛ. ഇനി ഞാൻ ആർക്ക് വേണ്ടി അച്ഛ ജീവിക്കേണ്ടത്? ആളുടെ അലർച്ച കേട്ട് രുക്മിണി ഓടി മുറിയിലേക്ക് വരുമ്പോഴാണ് ആള് പോയെന്ന് അവർക്ക് മനസ്സിലായത്. പെട്ടെന്ന് അവർ നിലവിളിക്കാൻ തുടങ്ങിയെങ്കിലും അതിലും അഭിനയമുണ്ടെന്ന് തിരിച്ചറിയാൻ ശ്രീബാലക്കേറെ ചിന്തിക്കേണ്ടിയൊന്നും വന്നില്ല. തന്റെ ജീവിതത്തിലെ ഒരേ ഒരു കൂട്ട്, തന്നെ ജീവന തുല്യം സ്നേഹിച്ച തന്റെ അച്ഛൻ ഇനിയില്ലെന്ന സത്യം അവളെ പാടെ തകർത്ത് കളഞ്ഞിരുന്നു. ശ്രീബാല ആ നെഞ്ചിൽ കിടന്ന ഒരു ഭ്രാന്തിയെ പോലെ കരയുമ്പോൾ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തണലാണ് അവിടെ ഇല്ലാതായത്. ആൺമക്കളില്ലാത്തതുകൊണ്ട് അവളായിരുന്നു അച്ഛന്റെ കർമ്മങ്ങൾ ചെയ്തിരുന്നത്. ബിന്ദു ചേച്ചി അന്ന് ഇന്ദ്രന് കൊടുക്കാൻ തന്ന പൈസ കയ്യിലുള്ളതുകൊണ്ട് ഒന്നിനും ബുദ്ധിമുട്ടിയില്ല. യഥാവിധി തന്നെ അച്ഛനെ യാത്രയാക്കുമ്പോൾ ഇറങ്ങിപ്പോയ മകളും തിരിച്ചെത്തിയിരുന്നു വീട്ടിൽ. ഈ സംഭവങ്ങളും നടക്കുമ്പോൾ ഇന്ദ്രൻ നാട്ടിലുണ്ടായിരുന്നില്ല. ഒരു ബിസിനസ് ആവശ്യത്തിനായി അവൻ പുറത്തായിരുന്നു. അവന്റെ ആവശ്യം അതിന്റെ പ്രാധാന്യം അറിയുന്നതുകൊണ്ട് നന്ദിനി പോലും അവനോട് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. അറിഞ്ഞാൽ എല്ലാം കളഞ്ഞ് അവനിവിടെ ഓടിയെത്തുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. അവൻ വന്നാലുടൻ അവൾ ആ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവരണമെന്ന് അവനോട് പറയാൻ നന്ദിനിയും കാത്തിരുന്നാണ്. പക്ഷെ അതിനു മുന്നേ അവൾക്കൊരു യുവാരാജനുമായി രുക്മിണി എത്തിയിരുന്നു. അച്ഛൻ മരിച്ചിട്ട് ഒരാഴ്ച തെയ്യുന്നേയുള്ളൂ. അച്ഛന്റെ ആ മുറിയിൽ അച്ഛന്റെ ഓർമ്മകളും കെട്ടിപ്പിടിച്ച് ഒരു ഭ്രാന്തിയെ പോലെ ഒതുങ്ങിക്കൂടി അവളെ കുത്തി നോവിക്കാനും വേദനിപ്പിക്കാനും മാത്രം ശ്രമിച്ചുകൊണ്ടിരുന്ന രുക്മിണി അന്ന് അവൾക്കൊരു ചായയുമായി ആ മുറിയിലേക്ക് കടന്നു വന്നപ്പോഴേ എന്തോന്ന് ബാല ഊഹിച്ചതാണ്. അവരുടെ മുഖത്ത് പതിവ് ദേഷ്യത്തിന് പകരം വല്ലാത്തൊരു ഗൗരവമായിരുന്നു അന്ന്. നീ ഇങ്ങനെ ഈ മുറിക്കുള്ളിൽ കരഞ്ഞിർത്താൽ മതിയോ ബാലെ? ജീവിക്കുന്നവർക്ക് ഇനിയും ജീവിക്കണ്ടേ? എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്നേ, എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. പതിവ് ശകാരങ്ങൾ മാറ്റി അന്ന് അവളെ ചേർത്ത് പിടിക്കുമ്പോൾ ബാല ഒന്നും മിണ്ടാതെ അവരെങ്ങനെ നോക്കിയിരുന്നു. നിനക്കൊരു നല്ല ആലോചന വന്നിട്ടുണ്ട്. എൻ്റെ ആങ്ങളെ രൂപേഷായി ഇത് കൊണ്ടുവന്ന്. ടൗണിൽ വലിയ ബിസിനസ്സൊക്കെയുള്ള വർഗീസ് മുതലാളിയാണ്. പണത്തിനൊന്നും ഒരു കുറവുമില്ല. നീ ആളെ കെട്ടിയാൽ പിന്നെ അതെല്ലാം നിന്റെയാ. രുക്മിണി ആവേശത്തോടെ പറഞ്ഞിരുത്തുമ്പോൾ ബാല ഒരു പെടച്ചിലൂടെ അവരെ നോക്കി. വർഗീസോ? അയാൾക്ക് എന്നെക്കാൾ ഒരു 20 വയസ്സിന് കൂടുതൽ കാണില്ല അമ്മേ. അയാളുടെ ഭാര്യ മരിച്ചിട്ട് 1 വർഷം പോലും ആയില്ല. ബാലയുടെ ശബ്ദം വിടറി. അതിനെന്താടി? രുക്മിണി ഒട്ടും കൂസില്ലാതെ പറഞ്ഞു. ഭാര്യ മരിച്ച നേരത്തെ അയാൾക്ക് ഇനിയും ജീവിക്കണ്ടേ? മക്കളൊന്നുമില്ല. ആ കൊട്ടാരം പോലത്തെ വീട്ടിൽ ചെന്ന് കയറിയാൽ നിന്റെ ഭാഗ്യം തെളിഞ്ഞു. തുണിക്കടയിൽ പണിയെടുത്ത് നടുപിടിക്കാതെ നീ ഇതിനൊന്നും സമ്മതം മൂള്. രുക്മിണി അവളെ കയ്യിൽ പിടിച്ചു പറയുമ്പോൾ ആ സങ്കടങ്ങൾക്കിടയിലും ബാലക്ക് ദേഷ്യം വന്നു. എനിക്ക് താല്പര്യമില്ല അമ്മേ, ബാല ദൃഢമായി തന്നെ പറഞ്ഞു. അച്ഛൻ മരിച്ചതിന്റെ വേദന മാറിയിട്ടില്ല. അതിനു മുന്നേ കല്യാണം. എന്നെ വഴിക്കൂട്ടേക്ക് നിങ്ങൾ. അല്പം മുഖം കറുപ്പിച്ചതിനെ ബാല മറുപടി അറിഞ്ഞു. രുക്മിണിയുടെ മുഖം മാറി. അവരുടെ കണ്ണുകളിൽ ദേഷ്യം നിറഞ്ഞു. താല്പര്യമില്ലെന്ന് പറയാൻ നീ ആരാടി? നിന്റെ ഇഷ്ടം നോക്കാൻ ഇവിടെ നിന്റെ അച്ഛൻ ജീവനോടെ ഒന്നുമില്ല. രുക്മിണി പല്ലിറുമി. നീ ഇതിനെ സമ്മതിക്കും. കാരണം ഈ ബന്ധം നടന്ന് നമ്മളെല്ലാവരും രക്ഷപ്പെടും. അയാൾ രൂപേഷിനോട് പറഞ്ഞിട്ടുണ്ട് ഈ കല്യാണം കഴിഞ്ഞാൽ വിദ്യയുടെ കല്യാണത്തിലുള്ള പണം മുഴുവൻ അയാൾ തരാന്ന്. വിദ്യ സ്നേഹിക്കുന്ന പയ്യന്റെ വീട്ടുകാർക്കാളോ വലിയ ഇഷ്ടം. പക്ഷെ അവർ ചോദിക്കുന്ന പൊന്നും പണം കൊടുക്കാൻ എന്റെ കയ്യിലില്ല. പക്ഷെ നീ ഇതിന് സമ്മതിച്ചാൽ എല്ലാം നടക്കും. രുക്മിണി അവളുടെ കൈകളിൽ ബലമായി പിടിക്കുമ്പോൾ അവൾ ആ കൈ തട്ടിയെറിഞ്ഞു. എനിക്ക് പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് വേറെ ജോലി വല്ല ഉണ്ടെങ്കിൽ അത് നോക്ക് പോ. അന്ന് ആദ്യമായിട്ടായിരുന്നു അവൾ അത്രയും കടുപ്പത്തിൽ സംസാരിച്ചു. പക്ഷെ അതൊന്നും രുക്മിണി അമ്മക്ക് മുന്നിൽ വിലപ്പോയില്ല. എവിടെ പോവാൻ? ഞാൻ എവിടെയും പോകാൻ പോകുന്നില്ല. നീയും ഞാൻ പറയുന്ന അനുസരിക്കും. ഞാൻ ഏതായാലും വർഗീസിന് വാക്ക് കൊടുത്തു കഴിഞ്ഞു. അടുത്ത ദിവസം അയാൾ നിന്നെ പെണ്ണ് കാണാൻ വരും. നീ കൂടുതൽ തന്റെ ഇടം കാണിക്കാതെ പറഞ്ഞനുസരിച്ചാ നിനക്ക് കൊള്ളാം. ഒരു ദയയും കൂടാതെ സ്വന്തം മകളുടെ ഭാവിക്കായി തന്റെ ജീവൻ തച്ചുകൊടുക്കാൻ ശ്രമിക്കുന്ന രുക്മിണിയെ അവൾ ദയനീയമായി നോക്കി.
അതൊന്നും ശ്രദ്ധിക്കാതെ അവരാ മുറിയും ചാരി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബാല ആകെ തളർന്ന് അച്ഛന്റെ കിടക്കയിലേക്ക് വീണു. ഉള്ളിൽ നിന്നും കരച്ചിലാണ് പൊട്ടി ഒഴുകി. എന്തിനാ അച്ഛൻ എന്നെ ഇങ്ങനെ തനിച്ചാക്കി പോയത്? ഈ നരകത്തിൽ ഞാൻ തനിച്ചായി പോയി, ആരുമില്ല എനിക്ക്. ആ കരച്ചിലിനിടയിൽ അവൾ എപ്പോഴേക്കും അവന്റെ മുഖം ഓർത്തെടുത്തിരുന്നു. പിന്നെ തനിയെ അതും മറന്ന് തന്റെ സങ്കടങ്ങൾ പതിവ് പോലെ കരഞ്ഞേർത്തു. അടുത്ത ദിവസം രാവിലെ ശ്രീബാല കുളിയണിഞ്ഞ് മുറിയിലേക്ക് വരുമ്പോൾ മുറ്റത്തൊരു കാറ് വന്നിരിക്കുന്ന ശബ്ദം കേട്ടു. ആൾ കിണറ്റിൻകരയിലേക്ക് നീങ്ങി നിന്ന് മുറ്റത്തേക്ക് നോക്കുമ്പോൾ കണ്ടു 50 വയസ്സ് തോന്നിക്കുന്ന ഒരാൾ കാറിൽ നിന്ന് ഇറങ്ങുന്നത്. നരച്ച മീശയും കുടവയറുമുള്ള അയാളുടെ കഴുത്തിലും കയ്യിലുമൊക്കെ കരം കൂടിയ സ്വർണ്ണ ചെയിനുകൾ ഉണ്ടായിരുന്നു. രുക്മിണി അമ്മ പറഞ്ഞ വർഗീസ് മുതലാളിയാണെന്ന് മനസ്സിലായതും ബാലയ്ക്ക് പേടിയായി. ആൾ വേഗം മുറിയിലേക്ക് പോകാൻ തുടങ്ങിയതും രുക്മിണിയെ ഒന്ന് അടുക്കള വാതിൽ തടഞ്ഞവൾ അവിടെ നിർത്തി. നിന്നെ ആളിലേക്ക് വിളിച്ചാൽ നീ വരില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് മുതലാളി ഞാൻ നിന്റെ റൂമിലേക്ക് കൂട്ടിയിട്ടുണ്ട്. നിന്നെ പുള്ളിക്ക് പണ്ടേ അറിയാം. നിങ്ങളൊന്ന് സംസാരിക്കും. ബാല മറത്തെന്തെങ്കിലും പറയുന്നതിന് മുന്നേ രുക്മിണി അവളെ പിടിച്ചു വലിച്ച് ആ മുറിയിലേക്ക് തള്ളിവിട്ട് ആ മുറി പുറത്തുനിന്ന് പൂട്ടിയതും അവൾക്ക് പേടിയായി. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ വർഗീസ് മുതലാളി കസേരയിൽ ഇരിപ്പുണ്ടായിരുന്നു. അയാൾ പതിയെ എഴുന്നേറ്റ് അവൾക്ക് നേരെ നടക്കാൻ തുടങ്ങിയതും അയാളിൽ നിന്ന് വമിക്കുന്ന പുകയിലയുടെയും മദ്യത്തിന്റെയും മണം അവൾ അറിഞ്ഞു. അവൾ പിന്നോട്ട് നടന്നു. ബാല, നിന്നെ എനിക്ക് പണ്ടേ ഇഷ്ടമാ. കടയിൽ വെച്ച് പലപ്പോഴും ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട്. നിന്റെ ആ നിറവും നീളമുള്ള മുടിയൊക്കെ ഞാൻ അന്നേ ശ്രദ്ധിച്ചതാ. അന്നേ സ്വന്തമാക്കണമെന്ന് കരുതിയതാ. പക്ഷേ അവസരം കിട്ടിയത് ഇന്ന്. നീ എന്തിനാ പേടിക്കുന്നത്? ഇവിടെ വന്നിരിക്കുക. അയാൾ മീശയും പിരിച്ച് അവളുടെ അടുത്തേക്ക് വീണ്ടും അടുക്കാൻ ശ്രമിക്കുമ്പോൾ ബാലയ്ക്ക് അയാളോട് വല്ലാത്ത അറപ്പാണ് തോന്നിയത്. അതിലേറെ പേടി. കരഞ്ഞു പോയിരുന്നു അവൾ. മാനത്തിനായി പിടയുന്ന ആ പെണ്ണിന്റെ വിളി കേൾക്കാൻ അവിടെ ആരും തന്നെ ഇല്ലായിരുന്നു. അമ്മേ, വാതിലിറക്ക്, എനിക്ക് പേടിയാകുന്നു. അമ്മേ, വാതിലിറക്ക്. ആൾ കരഞ്ഞു വിളിച്ച് വാതിൽ തള്ളി നോക്കിയിട്ടും പുറത്തുനിന്ന് ആരും വാതിൽ തുറന്നില്ല. ബാലയുടെ വെപ്രാളം കണ്ടപ്പോൾ വർഗീസ് ചിരിച്ചു. അതിലേറെ ആ പെണ്ണിന്റെ പെടച്ചിൽ അയാൾക്കൊരു ഹരമായി തോന്നി. നീ എത്ര വിളിച്ചാലും ആ വാതിൽ ഇന്ന് തുറക്കില്ല മോളെ. ആ രുക്മിണി നിന്നെ എനിക്ക് തന്നു കഴിഞ്ഞു. ഇനി മര്യാദക്ക് എൻ്റെ കൂടെ വന്ന ആ വലിയ വീട്ടിൽ നിനക്ക് സുഖമായിട്ട് കഴിയാം. ഇനി വന്നില്ലെങ്കിലും ഞാൻ നിന്നെ കൊണ്ടുപോകും. അത്രയ്ക്ക് എനിക്ക് നിന്നെ അങ്ങ് പിടിച്ചു വേണേ. അയാൾ പെട്ടെന്ന് മുന്നോട്ടാഞ്ഞ് ആളുടെ കയ്യിൽ ബലമായി പിടിച്ചു വലിച്ചതും ബാല സർവ്വശക്തിയും എടുത്ത് അയാളെ തള്ളി മാറ്റി ഭിത്തിയിലേക്ക് ഒതുങ്ങി നിന്നു. ആളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി, ശരീരം വെട്ടിവീർത്തു. ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ നിസ്സഹായാവസ്ഥ അവൾ അറിയായിരുന്നു ആ നിമിഷം. വർഗീസ് നീണ്ട അവളുടെ അടുത്തേക്ക് നീങ്ങി. അവളുടെ കവിളിലേക്ക് അയാളുടെ വിരലുകൾ നീണ്ടതും അവൾ കണ്ണുകൾ പൂട്ടി അടച്ചു. പക്ഷെ അടുത്ത നിമിഷം വലിയൊരു ശബ്ദത്തോടെ ആ മുറിയുടെ വാതിൽ തകർന്ന് ഉള്ളിലേക്ക് വീണതും ശ്രീബാല കണ്ണുകൾ വലിച്ചു തുറന്നു. ആ നിമിഷം തന്റെ കണ്ണുകളെ പോലെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ദ്രനെ അവിടെ കണ്ടതും അവൾ ആ മുമ്പിൽ മുഖം പൊത്തി കരഞ്ഞുപോയി. തന്റെ പെണ്ണിന്റെ ആ അവസ്ഥ അവന്റെ ഉള്ളം തകർക്കുകയായിരുന്നു. ആളെ ചേർത്ത് പിടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതിനു മുന്നേ അവൻ വർഗീസിന് നേരെ തിരിഞ്ഞു. ഇന്ദ്രനെ കണ്ടതും പേടിച്ച് ബാലയുടെ കയ്യിലെ പിടിവിട്ട് അവനെ നെഞ്ചു നോക്കി ഇന്ദ്രൻ കാലുപൊക്കി. ഒരു ചവിട്ട് കൊടുത്തതും വർഗീസ് തെറിച്ചെന്ന ആ മുറിയിലെ കട്ടിലേക്ക് വീണു. ഇന്ദ്രൻ വിട്ടില്ല. അവനെ കാളിൽ പിടിച്ചുയർത്തി അവന്റെ മൂക്കിനിട്ടൊരു ഇടി കൂടി വെച്ചു കൊടുത്തു. എന്റെ പെണ്ണിന്റെ ദേഹത്ത് കൈവെക്കുന്നടാ കിഴവാ. ഇന്ദ്രൻ ദേഷ്യത്തോടെ അലറുമ്പോൾ ആ ശബ്ദം കേട്ടാണ് വീണ്ടും പിന്നാമ്പുറത്തെ ചായ്പിൽ പോയിരുന്ന രുക്മിണിയും കൂട്ടരും അങ്ങോട്ടേക്ക് ഓടി വന്നു. അവർ വരുമ്പോഴേക്കും കാണുന്നത് മൂക്കിനിട്ട് ഇടികൾ വാങ്ങിക്കൂട്ടുന്ന വർഗീസിനെയാണ്. എന്നാൽ ആ നിമിഷം ശ്രീബാല തറഞ്ഞെന്ന് അവൻ പറഞ്ഞ ആ വാക്കിന്മേലായിരുന്നു എന്റെ പെണ്ണ്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. തനിക്കായി ചോദിക്കാൻ ഈ ലോകത്ത് ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്ന തിരിച്ചറിവിൽ അവൾ പൊട്ടിക്കരഞ്ഞു. വീട്ടിൽ കയറി തോന്നിയ ദിവസം കാണിക്കുന്നോ? ഇറങ്ങണ വീട്ടിൽ നിന്ന്. ഇന്ദ്രനെ കണ്ടതും രുക്മിണിയുടെ സഹോദരൻ രൂപേഷ് പേടിയോടെയാണെങ്കിലും വിളിച്ചു പറയുമ്പോൾ രുക്മിണി അതിനൊത്തുകൂടി. ആരുടെ വീട്? ഇന്ദ്രൻ പുച്ഛത്തോടെ തിരിഞ്ഞു. ഇതിപ്പോ എന്റെ വീടാടാ. ഈ വീടിന്റെ പ്രമാണം തന്ന് എന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ നിന്റെ ചേച്ചി വാങ്ങിയപ്പോ ഓർക്കണമായിരുന്നു ഈ വീട് പോയെന്ന്. ആ പണാദ്യം താ, എന്നിട്ട് നിങ്ങളുടെ വീടെന്ന് പറ. അവന്റെ വാക്കുകൾക്ക് മുന്നിൽ രുക്മിണി ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നവരുടെ എല്ലാം നാവടഞ്ഞു പോകുമ്പോൾ ഇന്ദ്രൻ വർഗീസിനെ പുറത്തേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോയിരുന്നു. അയാളെ പുറത്തേക്ക് തള്ളി അവൻ. ഇനിമേൽ എന്റെ പെണ്ണിന്റെ നേരെ നിന്റെ നോട്ടമെങ്കിലും വീണ ഈ ഇന്ദ്രന്റെ മറ്റൊരു മുഖം കൂടി നീ കാണും. കാണിച്ചിരിക്കും ഞാൻ. വർഗീസ് ചോരയും തുടച്ച് ജീവനും കൊണ്ടോടുമ്പോൾ അവൻ പിന്നെ തിരിഞ്ഞ രുക്മിണിക്കും കൂട്ടർക്ക് നേരെയായിരുന്നു. നിങ്ങളോട് ഇനി ഞാൻ പ്രത്യേകം പറയണോ? എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് ഇറങ്ങാതെ വേഗം പോയിക്കോ. ഇന്ദ്രൻ കടുപ്പിച്ചു പറഞ്ഞോടെ പേടിച്ചു കുറച്ച് രുക്മിണിയും വിദ്യയും രൂപേഷും പിന്നോട്ട് നടന്നു. ഞങ്ങളുടെ സാധനങ്ങള്. രുക്മിണി വീണ്ടും ഒന്ന് തിരിഞ്ഞെന്നെങ്കിലും ഇന്ദ്രന്റെ നോട്ടത്തിൽ ഒന്നും വേണ്ടെന്ന് വെച്ച് അവനെ പ്രാഗിക്കൊണ്ട് പുറത്തേക്ക് നടക്കുമ്പോൾ താൻ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ബാലയും പതിയെ പടിയിറങ്ങി നടന്നു. വീണ്ടും മഴ പൊഴിയാൻ തുടങ്ങിയ നേരം. ബാലെ, പിന്നിൽ നിന്ന് ഇന്ദ്രൻ വിളിച്ചു. അവൾ ആ വഴിയിൽ തന്നെ തറഞ്ഞു നിന്നു. ഇന്ദ്രൻ നടന്ന അവൾക്ക് മുമ്പിലെത്തി.
അവന്റെ കണ്ണുകളിൽ എപ്പോഴുമുള്ള ആ ദേഷ്യമല്ലായിരുന്നു അവൾ അപ്പോൾ കണ്ടത്. വല്ലാത്തൊരു സ്നേഹം മാത്രമായിരുന്നു. നീ എങ്ങോട്ടേക്ക് പോകുന്നു? അവൻ പതിയെ ചോദിച്ചു. എനിക്കറിയില്ല, കരച്ചിലടക്കി അവൾ പറഞ്ഞു. ഇന്ദ്രൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. താൻ ഒരുപാട് ആഗ്രഹിച്ച, താൻ ഒരുപാട് സ്നേഹിച്ച പെണ്ണ്, ഒരുപാട് കരഞ്ഞു തീർത്തവൾ. എൻ്റെ കൂടെ പോയിരുന്നോ? എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് പോലെ. ആളുടെ മുഖത്തേക്ക് നോക്കി അങ്ങനെ പറയാനാണ് തോന്നിയത്. പക്ഷെ പുറത്തേക്ക് വന്ന മറ്റൊന്നായിരുന്നു. നിനക്കിവിടെ തനിച്ചിരിക്കാൻ പേടിയുണ്ടോ? ആ കണ്ണിലേക്ക് നോക്കി അവൻ ചോദിക്കുമ്പോൾ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചില്ലെന്ന് അവൾ പറഞ്ഞു. എങ്കിൽ നിന്നെ ഇവിടുന്ന് ആരും ഇറക്കി വിടില്ല. ഇത് നിന്റെ വീടാ. മഴ നിൽക്കാതെ അകത്തേക്ക് പോയിക്കോ. അത്രമാത്രം പറഞ്ഞ് അവൻ വേഗം ആ ബൈക്കും എടുത്ത് പുറത്തേക്ക് പോകുമ്പോൾ ആ മഴയിൽ കുതിർന്ന അവൾ അങ്ങനെ നിസ്സഹായതയോടെ നോക്കിയിരുന്നതേയുള്ളൂ. ആ കോരിച്ചൊരിയുന്ന മഴയിൽ നനഞ്ഞ് ഇന്ദ്രൻ നേരെ പോയ നന്ദിനിയുടെ വീട്ടിലേക്കായിരുന്നു. ചിന്നിമോൾ അവന്റെ മടിയിലുണ്ടെങ്കിലും അവൻ മറ്റേതോ ലോകത്തിലെന്ന പോലെയാണ് ആ വരാന്തയിലിരുന്നത്. അവളുടെ കരഞ്ഞു കലങ്ങിയ മുഖവും അവളുടെ അവസ്ഥയെ അവനെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഉള്ളിലുള്ളത് അവളോട് എങ്ങനെ പറയുമെന്ന് അവനറിയില്ലായിരുന്നു. എന്നാലും നീ കാണിച്ച് വല്ലാത്തൊരു വേലയായി പോയിട്ടോ. അവൾ അവിടെ തനിച്ചാക്കി നീ ഇങ്ങോട്ട് എന്തിനാടാ വന്ന്? ഈ സമയത്തിലാണ് അവൾക്ക് ഒരാളുടെ തണല് വേണ്ടത്. നന്ദിനിയുടെ ചോദ്യത്തിന് അവൻ മറുപടിയൊന്നും പറഞ്ഞില്ല. അറിയാം ചേച്ചി, പക്ഷെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ എങ്ങനെയാ അവളെ കൂടെ വിളിക്കുന്നത്? അവൾ വന്നില്ലെങ്കിലോ? പേടിയാച്ചി, ഒരു നിമിഷം കൊണ്ട് അവളെ നഷ്ടമായി പോകുന്നുള്ള പേടി. അവന്റെ മറുപടിക്ക് നന്ദിനി ഒന്ന് മൂളിയ ശേഷം തുടർന്നു. പക്ഷെ നിന്റെ ഒരു കണ്ണ് വേണം അവൾക്കൊപ്പം എപ്പോഴും. ആരെങ്കിലും ഇനി അതിനെ ഉപദ്രവിച്ചാലോ? ഇല്ല ചേച്ചി, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞാനുണ്ടാവും അവൾക്കൊപ്പം. അവൾ അറിയാതെയാണെങ്കിലും കാവലായി. രാത്രി ഏറെ ആയിട്ടും അന്ന് പെയ്തുകൊണ്ടിരുന്ന മഴ തോർന്നില്ല. തന്റെ ആ കുഞ്ഞു വീട്ടിലന്ന് ആദ്യമായി അവൾ തനിച്ചായ ദിവസം ആ മൂകത അവളിലേക്ക് അച്ഛന്റെ ഓർമ്മകൾ വാരി നിറച്ചുകൊണ്ടിരുന്നു. അവസാനമായി അച്ഛൻ തന്റെ കയ്യിൽ പിടിച്ചു കരഞ്ഞ ആ ചൂടിപ്പോഴും മാറിയിട്ടില്ല. അച്ഛന്റെ മണമുള്ള ആ കട്ടിലിൽ മുഖം അമർത്തി അവൾ അങ്ങനെ ഇരിക്കുമ്പോൾ പുറത്തു പെയ്യുന്ന മഴ മാത്രമായിരുന്നു അവൾക്ക് കൂട്ടായി നിന്നത്. ആ കൂട്ടത്തിലെപ്പോഴാണ് ആ രുദ്രാക്ഷ ചെയിൻ അവളുടെ കണ്ണിലുടക്കിയത്. അത് ഇന്ദ്രന്റെയാണെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് ഏറെ നേരം വേണ്ടി വന്നില്ല. അവളത് കയ്യിലെടുത്ത് അതിലേക്ക് കുറച്ച് സമയം നോക്കിയിരുന്നു. പലപ്പോഴും ആ കയ്യിൽ താൻ കണ്ടിട്ടുള്ളതാണ്. അവളത് കയ്യിൽ മുറുക്കെ പിടിച്ചു. എപ്പോഴെങ്കിലും കാണുമ്പോൾ തിരികെ ഏൽപ്പിക്കാമെന്ന് കരുതി. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയിക്കൊണ്ടിരുന്നു. മരിച്ചവർ തിരിച്ചു വരില്ലെന്ന യാഥാർത്ഥ്യത്തോട് അവളും പൊരുത്തപ്പെട്ടിരുന്നു. വീണ്ടും കടയിൽ പോയി തുടങ്ങി. 2-2.5 ആഴ്ചയ്ക്ക് ശേഷം അവൾ കടയിലേക്ക് ഇറങ്ങുമ്പോൾ അന്ന് ഉമ്മർത്തിരുന്ന ചോറെടുത്തോ കുഴയെടുത്തോ എന്നൊന്നും ചോദിക്കാൻ അച്ഛനില്ലായിരുന്നു. വരാന്തയിൽ ഒഴിഞ്ഞു കിടന്ന അച്ഛന്റെ കസേര ഉള്ളിൽ നോവ് പടത്തുമ്പോഴും സ്വയം ആശ്വസിച്ച് അവൾ മുന്നോട്ട് നടന്നു. അന്ന് കണ്ടതാണ് ഇന്ദ്രനെ താൻ. പിന്നീട് നന്ദി പറയാൻ പോലും പറ്റിയിട്ടില്ല. അതിനുശേഷം പിന്നെ താനും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ലെന്നും അതിനൊരു കാരണമാണ്. ചിലപ്പോഴൊക്കെ അവന്റെ ബുള്ളറ്റ് ശബ്ദം പുറത്ത് റോഡിലൂടെ കേട്ടിട്ടുണ്ട്. ചെന്ന് നോക്കുമ്പോൾ ആളെ കാണില്ല. ആൾ പലതോർത്ത് മുന്നോട്ട് നടന്നു. കവലിലെത്തുമ്പോൾ പ്രതീക്ഷിച്ച പോലെ അവന്റെ ബൈക്ക് അവിടെ ഇരിക്കുന്ന കണ്ടു. കണ്ണുകൾ പതിവ് തെറ്റിച്ച് അവൻ അവിടെ ചുറ്റിലും തിരഞ്ഞു. അവസാനം അവൻ ആ കടയിൽ നിന്നിറങ്ങി ബൈക്കിനരിയിലേക്ക് വരുന്ന അവൾ കണ്ടുപിടിച്ചു. കയ്യിൽ അവന്റെ ആ രുദ്രാക്ഷ ചെയിൻ ഇപ്പോഴും ഉണ്ട്. വേഗത്തിൽ അവൾ അവൻ അടുത്തെത്താൻ നടക്കുമ്പോൾ അവൻ ബൈക്കിലേക്ക് കയറി. അവളെ കാണാതെ ബൈക്ക് സ്റ്റാർട്ടാക്കിയതും അവൾ പെട്ടെന്ന് വിളിച്ചു. ഇന്ദ്രേട്ടാ നിക്ക്. പണ്ടെന്നോ ആ UP സ്കൂളുകാരി വിളിച്ചു മറന്ന പേര് ഇന്നറിയാതെ നാവിൽ നിന്ന് ഉതിർന്നു. അവൻ ഞെട്ടിത്തിരിഞ്ഞു. പിന്നിലെ ഒരു മഞ്ഞ സാരിയിൽ തനിക്കടുത്തേക്ക് അവൾ ഓടി വരുന്ന കണ്ട് അല്പം പതർച്ചയിൽ അവന് നിന്നുപോയിരുന്നു. അവൾ ഓടി അവനടുത്ത് എത്തുമ്പോൾ പതിവ് ഗൗരവത്തോടെ തന്നെ അവൻ ആ മുഖത്തേക്ക് നോക്കി നിന്നു. പതിവ് വിഷാദം ഇന്ന് ആ മുഖത്ത് അവൻ കണ്ടില്ല. എന്താണ് ഇന്ന് പതിവില്ലാത്തൊരു വിളി? ഇന്ദ്രേട്ടാന്ന്. അവന്റെ ആ ചോദ്യത്തിന് അവൾ ശാന്തമായി ചിരിച്ചു. അവളുടെ മുഖത്ത് അങ്ങനെ ഒരു ചിരി പോലും വളരെ ചുരുക്കമാണ്. വല്ലാത്തൊരു ഭംഗിയായിരുന്നു അവളുടെ ആ ചിരിക്ക്. അവൻ ആ ചിരിയിൽ തന്നെ നോക്കിയിരുന്നു പോയി. അന്നെ രക്ഷിച്ച ആളെ ഇനി എങ്ങനെയാ പേര് വിളിക്കുന്നത്? അതാ മാറ്റി പിടിച്ച്. പതിവ് തെറ്റിച്ച് 3-4 ഡയലോഗ് കൂടി അവൾ പറയുമ്പോൾ അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിരുന്നു. അല്ല, എന്താ പതിവില്ലാതെ എന്നെ കാണാൻ? ഇത് തരാന്. അവൾ തന്റെ ബാഗിൽ നിന്ന് കൈ ചെയിൻ എടുത്ത് അവന് നീട്ടിക്കൊണ്ട് പറഞ്ഞു. അന്ന് അവിടെ വീണുപോയതാ. ഇടക്കതുവഴി ഇന്ദ്രന്റെ ബൈക്കിന്റെ ശബ്ദം കേട്ടിരുന്നു. ഞാനിതുവഴി വരുമ്പോഴേക്ക് ആള് പോകും. അതാ തരാൻ വൈകിയത്. അവൾ ചിരിയോടെ തന്നെ പറയുമ്പോൾ അവൻ അവളെ തന്നെ അങ്ങനെ നോക്കി. ആ ചെയിൻ വാങ്ങി അവളോട് വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയതും ബസ് വന്നു, എന്നാ പോട്ടെ. ബസ് കണ്ടതും അവൾ ധൃതിപ്പെട്ട് ബസ്സിനടുത്തേക്ക് ഓടുമ്പോൾ ഈ ബസ് എന്തിനാ ഈ സമയത്ത് കയറി വന്നത് എന്നായിരുന്നു അവന്റെ ചിന്ത. എങ്കിലും അവൾ കാണാതെ ഒളിപ്പിച്ചൊരു പുഞ്ചിരിയോടെ തന്നെ അവൻ അവൾ അങ്ങനെ നോക്കിയിരുന്നു. ബസ്സിലേക്ക് കയറും മുന്നേ ശ്രീബാല അവനൊന്ന് പിന്തിരിഞ്ഞ് നോക്കിയിരുന്നു. അപ്പോഴും അവൻ ആ രുദ്രാക്ഷ ചെയിനും കയ്യിൽ പിടിച്ച് തന്നെ നോക്കുന്നതാണ് അവൾ കണ്ടത്. എവിടെയോ ഒരു സുഖാ നിമിഷങ്ങൾക്കുള്ളതായി അവൾക്ക് തോന്നി. പക്ഷെ അതും പുറത്തു കാണിക്കാൻ ഭയം. ബസ് മുന്നോട്ട് നീങ്ങുമ്പോൾ അവൾ സീറ്റിലേക്ക് ചാരിയിരുന്ന് ദീർഘമായി ഒന്ന് വിശ്വസിച്ചു. കണ്ണിൽ നിന്നും മാഞ്ഞിട്ടും മനസ്സിൽ നിന്നും മായാത്ത ആ മുഖമോർത്തുകൊണ്ട് തന്നെയാണ് അവളൊന്ന് കടയിലെത്തിയത്. പക്ഷെ പതിവിലും സന്തോഷത്തിലായിരുന്നു അവളെന്ന്. കളഞ്ഞുപോയതെന്തോ വീണ്ടും പെറുക്കിയെടുക്കാൻ വെമ്പുന്ന ഒരുതരം സന്തോഷം. തുണികൾ മടക്കി വെക്കുന്നിടയിൽ ബിന്ദു ചേച്ചി അവളോട് ആ ഉത്സാഹത്തെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു.
ഒന്നുമില്ലെന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറിയെങ്കിലും അവളുടെ മനസ്സാവിലേക്ക് എപ്പോഴേക്കോ ചാഞ്ഞു തുടങ്ങിയിരുന്നു. അന്ന് വൈകുന്നേരം കടയിൽ നിന്നിറങ്ങുമ്പോൾ നല്ല മഴയായിരുന്നു. കോരിച്ചൊരിയുന്ന ആ മഴയ്ക്കൊപ്പം പതിവിലും നേരത്തെ ഇരുട്ടും വീണു. ആ മഴ നോക്കി ബസിന്റെ സൈഡ് സീറ്റിലിരിക്കുമ്പോഴും ശ്രീബാലയുടെ മനസ്സ് അസ്വസ്ഥമായി എന്തിനെയോ കാത്തിരിക്കാൻ തുടങ്ങി. ബസ് കവലയിൽ വന്നിറങ്ങുമ്പോൾ ചുറ്റുമുള്ള ഇരുട്ടിലും അവൾ അവനെ പ്രതീക്ഷിച്ചു. കാണാതെ വന്നപ്പോൾ കുട നിവർത്തി സാരിത്തുമ്പ് ഒതുക്കി പിടിച്ച് അവൾ വേഗത്തിൽ മുന്നോട്ട് നടന്നു തുടങ്ങിയതാണ്. വഴിവിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ മഴത്തുള്ളികൾക്കിടയിലൂടെ അവൾ ആ കറുത്ത ബുള്ളറ്റും അതിൽ ചാരി നനഞ്ഞൊട്ടിരിക്കുന്ന ഇന്ദ്രനെയും കണ്ടത്. ഇയാൾക്ക് ഈ മഴ മൊത്തം നനഞ്ഞോളാന്ന് പോലെ നേർച്ചയുണ്ടോ? സ്വയം പിറുപിറുക്കുമ്പോഴും പതിവില്ലാത്തൊരു പുഞ്ചിരി അവളുടെ ചുണ്ടിൽ വിരിഞ്ഞു നിന്നു. അവനും കണ്ടിരുന്നു മഴയിൽ കുട ചൂടി മുന്നോട്ട് വരുന്ന ശ്രീബാലയെ. പതിവില്ലാത്ത ആ മുഖത്തെ തെളിച്ചം കണ്ടാവണം ഇന്ദ്ര ഒരു നിമിഷം അവളെ തന്നെ നോക്കി നിന്ന് പോയത്. പിന്നെ എന്തോ തോന്നലിൽ അവൻ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് അവൾക്ക് തൊട്ടുപിന്നിലേക്ക് ചെന്ന് നിർത്തി. കയറുന്നു, കൊണ്ടാക്കാം. പതിവ് ഗൗരവം നിറഞ്ഞ ആ ചോദ്യത്തിന് ഇല്ലെന്നൊരു മറുപടിയായി അവൻ പ്രതീക്ഷിച്ച്. പക്ഷെ അന്ന് അവനെ ഞെട്ടിച്ചുകൊണ്ട് ശ്രീബാല ഒരു നിമിഷം നിന്നു. കൂടെ വന്നാൽ കൊണ്ടുപോവോ? അവളുടെ ചോദ്യത്തിന് മുമ്പിൽ അവനൊന്ന് പതറി. നോക്കാം. ഉള്ളിൽ ആവേശമടക്കി മുന്നിലെ ഗൗരവം വിടാൻ പറയുമ്പോൾ അവൾ കയ്യിൽ നിന്ന് കുടമടക്കി അവൻ അടുത്തേക്ക് നടന്നു. ആ പെയ്യുന്ന മഴയെ വകവെക്കാതെ നനഞ്ഞൊലിച്ച് അവൾ അവനിലേക്ക് അടുത്തു. ആ ബൈക്കിലേക്ക് കയറുമ്പോൾ ഇന്ദ്രന്റെ നെഞ്ചൊന്ന് പിടഞ്ഞു പോയിരുന്നു. ഇന്ദ്രേട്ടാ, ഞാനിതിലൊന്നും ഇതുവരെ കയറിയിട്ടില്ല, തള്ളിയിടരുതേ. പേടിക്കപ്പുറം മറ്റെന്തോ കൂടി അവളുടെ കണ്ണുകളിൽ അവൻ കണ്ടിരുന്നു. അങ്ങനെ അങ്ങ് നീ എന്നെ പേടിക്കണ്ട, ഞാൻ നിന്നെ തള്ളിയൊന്നിടില്ല, നീ എന്റെ തോളി പിടിച്ചിരുന്നാ മതി. അവന്റെ ശബ്ദത്തിൽ പണ്ടെങ്ങും ഇല്ലാത്തൊരു ആർദ്രതയുണ്ടായിരുന്നു. അവളൊരു കുഞ്ഞു ചിരിയോടെ സാരി ഒതുക്കി അവന്റെ തോളിൽ പതിയെ കൈവച്ചു. ആ നിമിഷം അവൻ അറിഞ്ഞ അവളിലെ ചൂട്, അവളുടെ മുഖം. ആ കുഞ്ഞു പുഞ്ചിരി മിററിലൂടെ നോക്കി അവൻ വണ്ടി മുന്നോട്ടെടുക്കുമ്പോൾ കവലയിൽ പലരും ആ കാഴ്ച കണ്ട് കണ്ണുമിഴിച്ച് നിന്നു. ആ യാത്ര അവളുടെ വീട്ടുപടിക്കലാണ് വന്ന് അവസാനിച്ചത്. ബാലപതിയെ ബൈക്കിൽ നിന്നിറങ്ങി നനഞ്ഞൊട്ടിയ മുടികൾ കാതോരത്തേക്ക് ഒതുക്കി അവൾ അവനെ നോക്കി. ഇന്ദ്രൻ ഹെൽമെറ്റ് മാറ്റി വണ്ടിയിൽ തന്നെ ഇരുന്ന് അവിടെ ആ തിളങ്ങുന്ന കണ്ണുകളിലേക്ക് നോക്കി. നിനക്കെന്റെ കൂടെ വരാൻ പേടിയൊന്നുമില്ല ബാലേ? അവന്റെ ആ ചോദ്യം കേട്ടതും അവൾ ആ മുഖത്തേക്ക് നോക്കിയില്ലെന്ന് പറയുമ്പോൾ അവൻ ചിരിച്ചു. അന്നാ 7ാം ക്ലാസ്സുകാരെ പീഡിപ്പിക്കാൻ നോക്കിയ പീഡകനല്ലടി ഞാൻ, എന്നിട്ടും നിനക്ക് എന്നെ ഭയമില്ലേ? അവന്റെ സ്വരത്തിൽ കുസൃതിയായിരുന്നു പടർന്ന്. അതിനന്ന് ഇന്ദ്രേട്ടന്റെ പാൻഡിഗിരി കഥ ഞാൻ സ്കൂളിൽ പറഞ്ഞു നടന്നിട്ടില്ലേ നിങ്ങൾ എന്നെ പേടിപ്പിച്ച്? ആ പേടി വലുതായപ്പങ്ങ് മാറി. പക്ഷെ പലിശക്കാരൻ ഇന്ദ്രനെ പിന്നീട് എനിക്ക് പേടിയായിരുന്നു കേട്ടോ. അതും മാറി ആ വർഗീസിൽ നിന്ന് എന്നെ രക്ഷിച്ചപ്പോ. അത് പറയുമ്പോൾ അവളുടെ ശബ്ദം വരച്ച് അവന് പറഞ്ഞു. എന്നാ ശരി, നീ പോയി തല കൊടുക്ക, ഇനി പനി കൂടെ ഒഴിപ്പിക്കണ്ട. ഇനി നിന്നാൽ അവൾ കരഞ്ഞാലും അത് ചിലപ്പോൾ തനിക്ക് സഹിക്കില്ല. ഈ സന്തോഷത്തോടെ തന്നെ യാത്ര പറയാനായിരുന്നു അവന് ഇഷ്ടം. നാളെ കാണാം. ഒരു മനോഹരമായ ചിരിയോടെ അവൾ അകത്തേക്ക് നടന്നു പോകുമ്പോൾ ആ മഴയേക്കാൾ വേഗത്തിൽ അവന്റെ മനസ്സ് കുളിരുകയായിരുന്നു. ശ്രീബാല അകത്തേക്ക് കയറുമ്പോൾ പുറത്ത് ഇന്ദ്രന്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അകന്നു പോകുന്ന ശബ്ദം അവൾ കേട്ടു. ആ ശബ്ദം പൂർണ്ണമായും ആയുന്നവരെ അവൾ വാതിലിനരികിൽ തന്നെ നിന്നു. താനിപ്പോ എന്താണ് ഇങ്ങനെ? എന്തുകൊണ്ടാണ് തന്റെ മനസ്സ് ഇത്രമാത്രം വരണ്ടുണങ്ങിക്കിടന്ന അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് കുളിർത്ത് തുടങ്ങിയത്? അവൾക്ക് തന്നെ അതിന് കൃത്യമായ മറുപടിയില്ലായിരുന്നു. പക്ഷെ ഒന്നറിയാം, ഉള്ളിലൊരു കുഞ്ഞു തിരി പോലെ വല്ലാത്തൊരു സന്തോഷം നുരഞ്ഞു പൊന്തുന്നുണ്ട്. ആ സന്തോഷത്തിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഇന്ദ്രൻ. വർഷങ്ങൾക്ക് മുമ്പ് ഭയത്തിന്റെയും നിസ്സഹായതയുടെയും പേരിൽ താൻ എവിടെയോ കുഴിച്ചു മൂടിയ ആ പഴയ 7ാം ക്ലാസ്സുകാരുടെ ഇഷ്ടത്തിന് വീണ്ടും ജീവൻ വെക്കുകയാണ്. അവൾ പതിയെ തന്റെ മുറിയിലെത്തി നനഞ്ഞ സാരി മാറ്റി ഒരു പഴയ ചുരിദാർ എടുത്തിട്ട് കണ്ണാടിയുടെ മുന്നിലേക്ക് ചെന്ന് നിന്നു. കണ്ണാടിയിലെ സ്വന്തം രൂപത്തിലേക്ക് നോക്കുമ്പോൾ അവളുടെ മനസ്സിലേക്ക് ഓർമ്മകളുടെ മറ്റൊരു മഴക്കാലം പെയ്തിറങ്ങുന്നുണ്ടായിരുന്നു. അന്ന് 5ാം ക്ലാസ്സിൽ വെച്ച് ആരണ്യ അവനെ ദൂരെ നിന്ന് ചൂണ്ടിക്കാണിച്ചിരുമ്പോൾ സ്കൂളിലെ മറ്റെല്ലാ പെൺകുട്ടികളെയും പോലെ താനും അവനെ ഒളിഞ്ഞും തെളിഞ്ഞും ശ്രദ്ധിച്ചു. പൊടിമീശയും പുതിയ ഫാഷൻ വസ്ത്രങ്ങളുമായി നടക്കുന്ന ആ പയ്യനോട് മനസ്സിലൊരു കുഞ്ഞു കൗതുകം അന്നേ തോന്നിയിരുന്നല്ലേ? അവന്റെ ആ ജാട കണ്ടപ്പോൾ കുസൃതി തോന്നി. അവൻ കേൾക്കാതെ കൂട്ടുകാരോടൊപ്പം ചേർന്ന് അവനെ കളിയാക്കാനും പേരിടാനും തുടങ്ങിയത് അങ്ങനെയാണ്. ഒടുവിൽ ആ കല്യാണ ബസ്സിൽ വെച്ച് തന്റെ തൊട്ടു മുമ്പിൽ അവൻ അങ്ങനെ നിന്നപ്പോൾ ചിരിയടക്കാൻ കഴിയാതെ പോയതും ആ സ്കൂളിൽ പറഞ്ഞിടന്നു തന്റെ അന്നത്തെ വിവരക്കേട്. അവനൊന്ന് വഴക്ക് പറയാൻ വന്നിട്ടും പേടിച്ചില്ല. പകരം വീണ്ടും അങ്ങനെ അടുത്ത് കാണാൻ കഴിയുമല്ലോ എന്ന് ചിന്തിച്ചു. അവന്റെ ശ്രദ്ധ പിടിച്ചു മാറ്റാൻ വീണ്ടും കളിയാക്കിയത്. പക്ഷെ അന്ന് അവൻ തന്റെ ഭിത്തിയിലേക്ക് ചേർത്തിർത്തിയപ്പോൾ പേടിച്ചു പോയി. അതെന്ത് വികാരമാണെന്ന് മനസ്സിലാക്കാനുള്ള പ്രായം തനിക്കില്ലായിരുന്നു. പിന്നീട് പതിയാകുന്നു മാറി തുടങ്ങുമ്പോൾ തന്റെ ജീവിതവും മാറുന്ന ഘട്ടങ്ങളിലായിരുന്നു. ചെറിയമ്മയുടെ ക്രൂരതകൾ കൂടി ജോലിഭാരങ്ങൾ തന്റെ മാത്രം ചുമലിലേക്കാറ് വെച്ചു തന്നു. പ്രാരാബ്ദങ്ങൾ സ്വയം ഏൽക്കേണ്ടി വന്നു. ആ കൂട്ടത്തിൽ താൻ തന്നെ തന്നെ മറന്നുപോയിരുന്നു. സന്തോഷങ്ങൾ മറന്ന് കരയാൻ പഠിച്ചു. ആഗ്രഹങ്ങൾ മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി സമ്പാദിക്കാൻ പഠിച്ചു. ആ കൂട്ടത്തിൽ മറന്നുപോയൊരു ഇഷ്ടവും. മുന്നിലെ കണ്ണാടിയിലേക്ക് നോക്കി നിൽക്കെ ശ്രീബാലയുടെ കണ്ണുകൾ നിറഞ്ഞു. എങ്കിലും മനസ്സറിയാതെ ആ നിമിഷം അവനിലേക്ക് വീണ്ടും അടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. ബാലയുടെ വീട്ടിൽ നിന്നിറങ്ങിയ ഇന്ദ്രൻ ആ കോരിച്ചൊരിയുന്ന മഴയത്തും നേരെ ചെന്ന് കയറിയത് നന്ദിനിയുടെ വീട്ടിലേക്കായിരുന്നു.
ബാലയ്ക്ക് പെട്ടെന്നൊരു മാറ്റം പോലെ നാം പറയുമ്പോൾ എന്നാൽ പിന്നെ വെച്ച് താമസിപ്പിക്കേണ്ട, നീ നാളെ തന്നെ അവൾ ഇങ്ങോട്ട് കൊണ്ടുപോരുന്നായിരുന്നു നന്ദിനിയുടെ മറുപടി. കൊണ്ടുവരാൻ ചേച്ചി, പക്ഷെ അതിനു മുന്നേ അവൾ ഈ കാണിക്കുന്നതിനുള്ള ഇഷ്ടം തന്നെയാണോ അതറിയേണ്ടി ചേച്ചി? അതോ കഴിഞ്ഞ ദിവസം ആ വർഗീസിന്റെ കയ്യിൽ നിന്ന് അവളെ രക്ഷിച്ചുള്ള നന്ദിയാണോ ഇതൊന്നും? ഒരുപക്ഷെ അത് ഇഷ്ടമാണെങ്കിൽ എനിക്ക് കുറച്ചു ദിവസം അവളൊന്ന് പ്രേമിക്കണം. അവന്റെ ആ നിഷ്കളങ്കമായ മറുപടി നന്ദിനി വീണ്ടും ചിരിച്ചു. അടുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ആ പലിശക്കാരൻ മുതലാളി ഒരു കൊച്ചുകുട്ടിയെ പോലെ പറയുന്ന നന്ദിനി കേട്ടിരുന്നു. കുറച്ചു സമയം കൂടി അവനവിടെ ഇരുന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞ ശേഷം പോവാനിറങ്ങുമ്പോൾ ആദ്യന്ന് ചിന്നിമോൾ ഓടി വന്ന് അവന്റെ കാലുകളിൽ കെട്ടിപ്പിടിച്ചു. അവനവളെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തപ്പോൾ ആ 3.5 വയസ്സുകാരി അവളുടെ കുഞ്ഞു വിരലുകൾ അവന്റെ കട്ടിമീശിൽ തൊട്ടുകൊണ്ട് രഹസ്യം പോലെ ചോദിച്ചു, മാമ ആ ആന്റി മാമനോട് ഐ ലവ് യു പറഞ്ഞോ? കുഞ്ഞിന്റെ ആ ചോദ്യത്തിന് ഇന്ദ്രൻ അവിടെ കവളിൽ അമർത്തി ഉമ്മ വെച്ചു. ഏകദേശം പറഞ്ഞു. അവൻ ചിന്നിമോൾ നോക്കി കണ്ണു ചിമ്മിയതും മോള് നാണത്തോടെ അവളുടെ കുഞ്ഞു കൈകൾ കൊണ്ട് കണ്ണുപൊത്തി അവന്റെ തോളിലേക്ക് മുഖമൊളിപ്പിച്ചു. പതിവ് പോലെ അടുത്ത ദിവസവും ബാലൻ നേരത്തെ തന്നെ ഉണർന്നു. പതിവ് ജോലികളെല്ലാം ഒതുക്കി അവൾ കടയിലേക്ക് ഇറങ്ങുമ്പോൾ അറിയാതെ കണ്ണുകൾ ആ വഴിവക്കിൽ അവനെ തിരഞ്ഞു പോയിരുന്നു. കാണുമ്പോൾ എന്ത് പറയണം, എങ്ങനെ നോക്കണമെന്നൊന്നും അറിയില്ലെങ്കിലും കാണാനൊരു കൊതി. പക്ഷെ അവൻ പതിവായി വണ്ടി ഒതുക്കി നിർത്താറുള്ള കവലയിലോ വഴിയരികിലോ ഒന്നും അവനെ അന്ന് അവൾ കണ്ടില്ല. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു നിരാശയോടെ അവൾ ബസ്സിൽ കയറി ജനൽ കമ്പിയിൽ പിടിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു. ബസ് മുന്നോട്ട് നീങ്ങി കവലയും താണ്ടി കുറച്ചു ദൂരം പോയതും റോഡരികിലെ ഒരു ചായക്കടയുടെ മുമ്പിൽ ഇന്ദ്രൻ ആരോടോ ഗൗരവത്തിൽ സംസാരിച്ചു നിൽക്കുന്ന അവൾ കണ്ടു. പെട്ടെന്ന് ബാലയുടെ മുഖം തിളങ്ങി. പക്ഷെ അവന് വിളിക്കാനുള്ള ധൈര്യം അപ്പോഴും വന്നില്ല. ബസ് വേഗത്തിൽ മുന്നോട്ട് പാഞ്ഞു പോകുമ്പോൾ അവൾ പതിയെ തിരിച്ചറിയുകയായിരുന്നു താൻ വീണ്ടും ആ പഴയ അപ്പർ പ്രൈമറി സ്കൂളിലെ അന്നത്തെ ആ ശ്രീബാലയായി മാറുന്നു എന്ന്. എന്തെന്നറിയാത്ത വല്ലാത്തൊരു ശൂന്യതയോടെ അവളൊന്ന് കടയിലേക്ക് കയറി ചെല്ലുമ്പോൾ കടക്കുള്ളിൽ പതിവില്ലാത്തൊരു നിശബ്ദത പടർന്നിട്ടുണ്ടായിരുന്നു. വസ്ത്രങ്ങൾ ഒതുക്കി വയ്ക്കുന്നതിനിടയിൽ ബിന്ദു ചേച്ചി പതിയെ അവിടെ അരികിലേക്ക് നീങ്ങിന്ന് പുതിയ മാനേജർ വന്ന വിവരം പറഞ്ഞു. കക്ഷി നല്ലൊരു ചൂടനാണെന്നാണ് കേട്ടത്. അതുകൊണ്ട് അധികാരം പരസ്പരം സംസാരിച്ച് സമയം കളയാൻ നിൽക്കാതെ പണിയിൽ മാത്രം ശ്രദ്ധിച്ചു. അന്ന് വൈകിട്ടും ബാല ഇന്ദ്രനെ കണ്ടില്ല. ആ നിരാശയോടെയായിരുന്നു വീട്ടിൽ വന്ന് കയറിയത്. എന്നാൽ അന്ന് അവൾ വീട്ടിലെത്തുമ്പോൾ അവളെ കാണാൻ ഒരാൾ വന്ന് വരാന്തയിൽ ഇരിപ്പുണ്ടായിരുന്നു. രുക്മിണി അമ്മയുടെ സഹോദരൻ രൂപേഷ്. പെട്ടെന്ന് അയാൾ അവിടെ കണ്ടതും ബാലയുടെ ഉള്ളൊന്നാളി. ഹൃദയം ഭയം കൊണ്ട് ദ്രുതഗതിയിൽ മിടിക്കാൻ തുടങ്ങി. അതുവരെ താൻ അറിഞ്ഞ ശാന്തതയെല്ലാം എവിടെയോ മാഞ്ഞു പോകുന്ന പോലെ അവൾക്ക് തോന്നി. അവളെ കണ്ടതും അച്ഛന്റെ ചാരുകസേരിയുന്ന രൂപേഷ് വേഗം എഴുന്നേറ്റ് അവൾക്കടുത്തേക്ക് നടന്നു. ബാലെ, നീ വന്നോ? ഉച്ച മുതൽ ഞാൻ നിന്നെ കാത്തിവിടെ ഇരിക്കുക. എന്താ കാര്യം? ആളൽപ്പം കടുപ്പത്തിൽ തന്നെയാണ് ചോദിച്ചത്. പിന്നെ മോളെ, രുക്മിണി ചേച്ചിക്കൊട്ട് സുഖല്ല. ടൗണിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. വിറക്കുന്ന സ്വരത്തിൽ അയാൾ പറയുമ്പോൾ ആളൊന്ന് പതറിയുന്നു. എങ്കിലും ചോദിച്ചു, എന്നോട് തന്നെ ഇത് വന്ന് പറയുന്നത്? ബാലമുഖം തിരിച്ചു. അല്ല മോളെ, രൂപേഷ് കണ്ണുടച്ചു. കുറച്ചു ദിവസം മുന്നേ ചേച്ചി പെട്ടെന്ന് തലയുറ്റി വീണതാ. ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴാണ് ഡോക്ടർമാർ പറയുന്നത് ചേച്ചിയുടെ ഒരു ഭാഗം തളർന്നു പോയിന്ന്. ഇപ്പോൾ ഒരേ കിടപ്പില്ല. നിന്നെ ഒന്ന് കാണുമെന്ന് ചേച്ചി പറയുന്നുണ്ട് മോളെ. പഴയതുപോലെയല്ല, ഇപ്പൊ ചേച്ചിയാകെ മാറിയിട്ടുണ്ട്. ചെയ്തു പോയ തെറ്റുകളൊക്കെ ഓർത്ത് പശ്ചാത്തപിക്കുന്നുണ്ട്. രൂപേഷ് പെട്ടെന്ന് ബാലയുടെ കൈകൾ കയറി പിടിച്ചു. മോളൊന്ന് ചേച്ചി വന്ന് കാണും. എനിക്കറിയാം ചേച്ചി നിന്നോട് ചെയ്ത ക്രൂരതകൾ മാത്രമാണെന്ന്. പക്ഷെ ഒന്നുമല്ലെങ്കിലും നിന്റെ അച്ഛൻ്റെ കൂടെ ജീവിച്ചവളല്ലേ, വിദ്യയെ പ്രസവിച്ചവളല്ലേ മോളെ. ഒന്ന് വന്ന് കാണും. അയാളുടെ കരഞ്ഞിറങ്ങിയ കണ്ണുകളും വാക്കുകളും കണ്ടപ്പോൾ ബാലയുടെ ഉള്ളിലെ ദേഷ്യം പതി അലിഞ്ഞു പോയി. എത്രയൊക്കെ ദ്രോഹിച്ചെങ്കിലും ഒരു ഭാഗം തളർന്നു കിടക്കുന്ന ആ സ്ത്രീയുടെ അവസ്ഥ അവളിലെ മകളെ ഓർമ്മിപ്പിച്ചു. ഒരിക്കൽ തന്റെ അച്ഛൻ കിടന്ന ആ കിടപ്പ് അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. ശരി, ഞാൻ നാളെ രാവിലെ ഹോസ്പിറ്റലിൽ വന്ന് കണ്ടോളാം. അയ്യോ, നാളെ വരെ കാത്തിക്കേണ്ട മോളെ. ചേച്ചിയുടെ അവസ്ഥ അത്രയും കഷ്ടത്തിലാണ്. പുറത്തെൻ്റെ ഓട്ടോ കിടപ്പുണ്ട്. മോളിപ്പോൾ വന്നാൽ ഞാൻ വേഗം കൊണ്ടുപോയി കാണിച്ചിട്ട് വേഗം തിരിച്ചു കൊണ്ടുവിടാം. അയാളുടെ വാക്കുകളിൽ നിസ്സായത അവൾ പൂർണ്ണമായും വിശ്വസിച്ചു. അവിടെ മറ്റൊന്നും ചിന്തിക്കാൻ അവൾ കഴിഞ്ഞില്ല. ആൾ വേഗം രൂപേഷിന്റെ ഓട്ടോയിലേക്ക് കയറി മുന്നോട്ട് പോകുമ്പോൾ അത് വലിയൊരു കെണിയുടെ തുടക്കമായിരുന്നെന്ന് ആ പാവ അറിഞ്ഞിരുന്നില്ല. ഓട്ടോറിക്ഷ ടൗൺ ലക്ഷ്യമാക്കി വേഗത്തിൽ പാഞ്ഞു. പുറത്ത് പതിയെ വീണ്ടും മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. റോഡിലെ മങ്ങിയ വെളിച്ചത്തിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ബാലയുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. രൂപേഷ് പറഞ്ഞ കാര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി അവളുടെ ഉള്ളിൽ കടന്നുപോയി. രുക്മിണി അമ്മയോട് ദേഷ്യവും വെറുപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അച്ഛൻ കിടന്ന പോലെ ഒരു ഭാഗം തളർന്ന് ആ ഒരു ആശുപത്രിയിലാണെന്ന് കേട്ടപ്പോൾ ഒരു വിങ്ങൽ. പക്ഷേ ടൗണിലെ ഗവൺമെന്റ് ആശുപത്രിയിലേക്കുള്ള വഴി തിരിയേണ്ട കവല കഴിഞ്ഞിട്ടും രൂപേഷ് ഓട്ടോ നിർത്തിയില്ല. പകരം ടൗണിന്റെ അറ്റത്തുള്ള വിജനമായ ബൈപ്പാസ് റോഡിലേക്കാണ് ആ വണ്ടി തിരിച്ച്. പതിയെന്തോ പന്തികേട് തോന്നി അവൾ മുന്നോട്ടാഞ്ഞതും രൂപേഷിന്റെ തോളിൽ തട്ടി. ഇതേതാ വഴി? ഹോസ്പിറ്റലിലേക്കുള്ള വഴി അതല്ലായിരുന്നേ. ഹോസ്പിറ്റലിലേക്കുള്ള വഴി ഇതല്ലല്ലോ. അതുപോലെ മെയിൻ റോഡ് നല്ല ബ്ലോക്കാണ്. അതാ ഞാൻ ഈ ബൈപ്പാസ് വഴി വണ്ടി എടുത്ത് വേഗത്താം. രൂപേഷിന്റെ ശബ്ദത്തിൽ ഒരു വിക്കലുണ്ടായിരുന്നു. അവൻ റിയർ വീമറിലൂടെ അവൾ നോക്കുന്ന ബാല കണ്ടു. അയാളുടെ കണ്ണുകളിൽ നേരത്തെ കണ്ട നിസ്സഹായതയായിരുന്നില്ല ആ നിമിഷം അവൾ കണ്ടത്. പകരം വന്യമായൊരു ഭാവം മിന്നിമറയും പോലെ. ബാലയുടെ ഉള്ളിൽ വല്ലാത്തൊരു ഭയം ഉടലെടുത്തു. ഈ വഴിയിൽ ആളനക്കമില്ല. ഇരുവശത്തും കാട് പിടിച്ച് കിടക്കുന്ന പറമ്പുകൾ മാത്രം.
വണ്ടി നിർത്ത്, ഞാൻ നാളെ വന്ന് രുക്മിണിയമ്മയെ കണ്ടോളാം, എനിക്കിന്ന് പറ്റില്ല, വണ്ടി നിർത്താൻ ആൾ ഉറക്കി വിളിച്ചു പറഞ്ഞിട്ടും അവനൊരു അനക്കവും ഇല്ലായിരുന്നു. ഒച്ച വെക്കാതെ ഇരിക്കുവേണ്ടേ, സ്ഥലത്തി. രൂപേഷിന്റെ സ്വരം പെട്ടെന്ന് മാറിയതും അവൾ അറിഞ്ഞു. ഓട്ടോയുടെ വേഗത വീണ്ടും കൂടി. കുറച്ചുകൂടെ മുന്നോട്ട് പോയതും റോഡരികളുടെ ഒരു പഴയ ഗോഡൌണിന് മുമ്പിലായി വർഗീസ് മുതലാളിയുടെ കാറ് കിടക്കുന്ന അവൾ കണ്ടു. അയാൾ ആ ഓട്ടോ കൂടി അതിന് പിന്നിൽ നിർത്തുമ്പോൾ ബാലയ്ക്ക് കാര്യങ്ങൾ പൂർണ്ണമായും മനസ്സിലായി. ഇതൊരു കെണിയായിരുന്നു എന്ന്. നിങ്ങൾ എന്നെ പറഞ്ഞ് പറ്റിക്കായിരുന്നല്ലേ, ഞാൻ പോവാ, ഇത് ഞാൻ പോലീസിലറിയിക്കും. ബാല സർവ്വശക്തിയുമെടുത്ത് ഓട്ടോയിൽ നിന്ന് പുറത്തേക്ക് ചാടാൻ ശ്രമിച്ചെങ്കിലും രൂപേഷ് ഒരു കൈ കൊണ്ട് അവളുടെ കയ്യിൽ ബലമായി പിടിച്ചു വെച്ചു. അപ്പോഴേക്കും കാറിൽ നിന്ന് വർഗീസും അയാളുടെ കൂടെ 2 ഗുണ്ടകളും പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. വർഗീസിന്റെ മൂക്കിൽ അപ്പോഴും ഇന്ദ്രൻ കൊടുത്ത ഇടിയുടെ പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അയാളുടെ മുഖത്ത് ക്രൂരമായൊരു ചിരി വിരിഞ്ഞു. വന്നോ നീ, ഇവളെയും കൊണ്ട് കൃത്യസമയത്ത് തന്നെ. വർഗീസ് രൂപേഷിന്റെ കയ്യിലേക്ക് ഒരു വലിയ പണക്കെട്ട് വെച്ച് കൊടുക്കുമ്പോൾ അയാളുടെ മുഖം തെളിഞ്ഞു. രൂപേഷ് ഇളിച്ചുകൊണ്ട് ആ പണമായി മുന്നോട്ട് പോകാൻ തുടങ്ങുമ്പോൾ ബാല ദയനീയമായി അയാളെ പലതവണ വിളിച്ചിരുന്നു. നീ എങ്ങോട്ടാടി ഇത് ഓടുന്നത്? നിനക്കുള്ള പൈസ ഞാൻ നിന്റെ അമ്മാവിന് കൊടുത്തു കഴിഞ്ഞു. അല്ലെങ്കിലും നീ ഇപ്പം അത്ര നല്ലവളൊന്നുമല്ലല്ലോ, മറ്റവന്റെ കൂടെ അല്ലേ. അതുപോലെ എന്നെ കൂടി ഒന്ന് സന്തോഷിപ്പിച്ചാൽ ഞാനും തരാടി നിനക്ക് പൈസ. അയാളത് പറഞ്ഞു കഴിയും മുന്നേ ബാലയുടെ കൈ ശക്തി അയാളുടെ കവിളത്ത് പതിഞ്ഞിരുന്നു. ആ അടിയുടെ ആഘാതത്തിൽ അയാളുടെ മുഖം ഒരു നിമിഷം കോടിപ്പോയി. എങ്കിലും പകയോടെ അയാൾ അവൾക്ക് നേരെ വീണ്ടും തിരിഞ്ഞു. നീ എന്നെ അടിക്കുമല്ലേ? ഈ വർഗീസ് പാണെറിഞ്ഞൊന്നും ഇതുവരെ സ്വന്തമാകാതെ പോയിട്ടില്ല. നിന്നെയും ഞാൻ കളയിലടി. അയാളുടെ വാക്കുകൾക്കൊപ്പം അയാൾ അവളെ കാറിലേക്ക് പിടിച്ചേറ്റാൻ തുടങ്ങിയതും പെട്ടെന്നാണ് ആ ഇരുണ്ട ബൈപ്പാസ് റോഡിന്റെ അറ്റത്തുനിന്ന് ഒരു ബുള്ളറ്റ് ശബ്ദം അവൾ കേട്ടത്. കോരിച്ചൊരിയുന്ന മഴയെ തുളച്ചുകൊണ്ട് ആ കറുത്ത ബുള്ളറ്റിന്റെ ഹെഡ്ലൈറ്റ് വിളിച്ച് നേരെ വർഗീസിന്റെ കണ്ണുകളിലേക്ക് അടിച്ചു കയറിയതും അയാളുടെ കണ്ണുകൾ ചിമ്മി. എന്നാൽ ആ വെളിച്ചത്തിലൂടെ മഴ നനഞ്ഞ് കണ്ണുകളിൽ അണയാത്ത ക്രോധവുമായി ബുള്ളറ്റ് തിരിച്ചു നിർത്തി ഇറങ്ങുന്ന ഇന്ദ്രനെ അവൾ കണ്ടു. അവനെ കണ്ടതും വർഗീസിന്റെ ഗുണ്ടകൾ അവനെ അടിക്കാൻ മുന്നോട്ടാഞ്ഞതും ഇന്ദ്രൻ ബുള്ളറ്റിൽ നിന്നിറങ്ങി ഹെൽമെറ്റ് താഴേക്ക് എറിഞ്ഞു. അവന്റെ നെറ്റിയിലെ ഞരമ്പുകൾ ദേഷ്യം കൊണ്ട് തടിച്ച് വീർത്തിരുന്നു. ഇന്ദ്രൻ തനിക്ക് നേരെ വന്നവന്മാരേക്ക് അടിച്ച് നിലത്തേക്ക് ഇട്ടതും വർഗീസ് ഭയന്നു. ഇന്ദ്ര! വർഗീസ് പേടിയോടെ വിളിച്ചോ. ഇന്ദ്രൻ മുന്നോട്ട് പാഞ്ഞു വന്ന് വർഗീസിന്റെ നെഞ്ചിലോട് തന്നെ ചെരിപ്പിട്ട കാലുകൊണ്ട് ഒറ്റ ചവിട്ട് വെച്ചു കൊടുത്തു. വർഗീസ് തെറിച്ചെന്ന് ആ വഴിയിലെ ചെളിയിലേക്ക് മലർന്നടിച്ച് വീണതും ഗുണ്ടകൾ അവനെ ആക്രമിക്കാൻ വീണ്ടും എത്തിയിരുന്നു. കലിതുള്ളി നിൽക്കുന്ന ഇന്ദ്രന്റെ മുന്നിൽ അവർക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. ഒന്നിനെ അവനെടുത്ത് ഗോഡൌണിന്റെ ഭിത്തിയിലേക്ക് ഇടിച്ചു, മറ്റവന്റെ കൈ തിരിച്ചൊടിച്ച് നിലത്തിട്ടു. ചെളിയിൽ കിടന്ന വർഗീസിന്റെ കോളിൽ പിടിച്ച് ഇന്ദ്രൻ അയാളെ എഴുന്നേൽപ്പിച്ചു. അന്ന് ഞാൻ നിന്നോട് പറഞ്ഞ എന്റെ പെണ്ണിന്റെ ദേഹത്ത് നീ വീണ്ടും കൈവച്ചാ ആ കൈ ഞാൻ വെട്ടുന്നു. പക്ഷെ വെട്ടിയെടുക്കാൻ എന്റെ കയ്യിൽ കത്തിയില്ല, അതുകൊണ്ട് ഞാനതങ്ങ് പിരിച്ചൊടിക്കുക. ഇന്ദ്രന്റെ ഓരോ വാക്കും ഇടിമുഴക്കം പോലെയായിരുന്നു അയാൾ കേട്ടത്. അവൻ വർഗീസിന്റെ കൈ പിടിച്ച് തിരിച്ചു കൊടുത്തതും വല്ലാത്തൊരു ശബ്ദത്തോടെ കൈയൊടിഞ്ഞു. വീണ്ടും അവന്റെ കൈ ഇന്ദ്രൻ പിടിച്ചൊടിക്കാൻ ശ്രമിക്കുമ്പോൾ അവനെ തടഞ്ഞത് അവളായിരുന്നു. അവന്റെ ബാല. മതി ഇന്ദ്രേട്ടാ, ഇനി അയാൾ അടിച്ചയാൾ ചത്തുപോകും. അവളുടെ വാക്കുകൾക്ക് അവൻ കലിയോടെ വർഗീസിന്റെ കയ്യിൽ നിന്ന് വിട്ടുവെങ്കിലും കലിയടങ്ങാതെ ഒരു ചവിട്ട് കൂടി അയാൾക്ക് കൊടുത്ത് ആൾക്ക് നേരെ തിരിഞ്ഞു. കണ്ടവന്മാര് കള്ളവും പറഞ്ഞു വിളിക്കുമ്പോ ഒരു വാക്ക് ആരോടും പറയാ കൂടെ ഇറങ്ങിപ്പോയിക്കോണം. നീ എന്താണ് ഇങ്ങനെ? നിനക്ക് ബുദ്ധിയില്ലേ? കവലയിൽ വെച്ച് രമേശ എന്നോട് നീ ആളുടെ കൂടെ പോകുന്ന കണ്ടു എന്ന് പറഞ്ഞു. ഞാനത് അറിഞ്ഞില്ലായിരുന്നെങ്കിലോ? കലിയടങ്ങാതെ അവൻ ചോദിച്ച ആ ചോദ്യത്തിന്റെ കടുപ്പത്തേക്കാൾ ആ ശബ്ദത്തിൽ അവളെ ഓർത്തുള്ള ആധിയായിരുന്നു. ഞാൻ വിചാരിച്ച രുക്മിണി അമ്മയ്ക്ക്. ആൾക്ക് വാചകം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. വിറക്കുന്ന കൈകൾ കൊണ്ട് മുഖം പൊത്തി അവൾ വീണ്ടും പൊട്ടിക്കരയുമ്പോൾ അവളെ അങ്ങനെ നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല അവന്. അവന്റെ ഉള്ളിലെ കലി അപ്പോഴും അടങ്ങിയിരുന്നില്ല. ശക്തമായി അവളുടെ കൈത്തണ്ടിൽ പിടിച്ചുകൊണ്ട് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. നീ വാന്റെ കൂടെ, നിന്റെ ആ രുക്മിണി അമ്മയെ കൂടി എനിക്കൊന്ന് കാണണം. മകളെ പോലെ കാണേണ്ടവളെ, അച്ഛന്റെ പ്രായമുള്ളവന് വിറ്റ ആ യക്ഷിയെ. ഇന്ദ്രൻ അവളുടെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നു. ആ നടപ്പിനിടയിലും നിലത്തിൽ ചെളിയിൽ കിടന്ന് പിടിക്കായിരുന്ന വർഗീസിന്റെ നെഞ്ചിലിട്ട് അവൻ ആഞ്ഞൊരു ചവിട്ട് കൂടി കൊടുത്തിരുന്നു. കയറി നീങ്ങോട്ട്. ബൈക്ക് സ്റ്റാർട്ടാക്കി അവൻ സിംഹത്തെ പോലെ അലറുമ്പോൾ അവന്റെ ആ വന്യമായ ഭാവം കണ്ട് ഭയന്നു പോയവൾ പിന്നെ ഒന്നും മിണ്ടാതെ അവനൊപ്പം ആ ബൈക്കിലേക്ക് കയറി. കോരിച്ചൊരിയുന്ന ആ പേമാരിയെ കീറി മുറിച്ചുകൊണ്ട് അവർ രൂപേഷിന്റെ വീട്ടുമുറ്റത്തേക്ക് പാഞ്ഞു ചെന്നു. ഭയം കൊണ്ടോ അതോ ഇന്ദ്രന്റെ സാമീപ്യം നൽകിയ വിറയിലോ ശ്രീബാലയുടെ കൈകൾ ഇന്ദ്രന്റെ ഷർട്ടിൽ ഇറുകെ മുറുകിയിരുന്നു. വീട്ടുമുറ്റത്തേതോ വണ്ടി വന്നിരുന്ന ശബ്ദം കേട്ടാണ് രുക്മിണി വരാന്തിയിലേക്ക് വന്നത്. എന്നാൽ ആ കനത്ത മഴയത്ത് വണ്ടിയിൽ നിന്നിറങ്ങി വരുന്ന ഇന്ദ്രനെയും ബാലയും കണ്ടതും ഭയന്ന് വിറച്ച് അവർ അകത്തേക്ക് ഓടി. രൂപേഷേ, ഇങ്ങോട്ട് വന്നേ! അവർ അലറി വിളിക്കുന്ന കേട്ട് പാപ്പോടെ പുറത്തേക്ക് ഇറങ്ങിയ രൂപേഷിന്റെ നെഞ്ചിലേക്ക് വരാന്തയിലേക്ക് ചാടിക്കയറി ഇന്ദ്രന്റെ കാലുപൊക്കി ചവിട്ടിയതും ആ ഒരൊറ്റ ചവിട്ടിൽ അവൻ തെറിച്ചു വന്ന് വാതിലിൽ തലയിടിച്ച് വീണു. ചവിട്ടുകൊണ്ട് നിലവിളിക്കുന്ന അമ്മാവനെ കണ്ടുകൊണ്ടാണ് വിദ്യയുമാകെ പരിഭ്രമിച്ച് പുറത്തേക്ക് വന്നത്. തെമ്മാടി, നിന്റെ കയ്യിൽ 4 കാശുണ്ട്, നിന്റെ വീട്ടിൽ കയറി തോന്നിയാസം കാണിക്കുന്നോടാ. ഇത് നിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയ വീടല്ല, ഇതെന്റെ അനിയന്റെ വീടാ. ഇവിടെ നീ അഹങ്കാരം കാണിച്ചാലേ നീ വിവരറിയും. രുക്മിണി നിലത്ത് വീണ് കിടന്ന ആങ്ങളെ താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിക്കുമ്പോൾ ഇന്ദ്രൻ കലിപ്പോടെ അവർക്ക് നേരെ നീങ്ങി. എന്നാൽ അവന് തൊട്ടു പിന്നാലെ വന്ന ബാല അവന്റെ കൈകൾ പിടിച്ചു വലിച്ചുകൊണ്ട് അവനെ തടഞ്ഞു. വേണ്ട, ഒന്നും വേണ്ട.
എന്ന് അവളുടെ നിറഞ്ഞ കണ്ണുകൾ അവനോട് യാചിക്കുന്നുണ്ടായിരുന്നു. ആ കണ്ണുകളിലെ നീർത്തിളക്കം കണ്ടപ്പോൾ ഇന്ദ്രൻ ആ വാക്കുകൾ ധിക്കരിക്കാൻ കഴിഞ്ഞില്ല. അവൻ ഉയർത്തിയ കൈ കുടഞ്ഞു താഴ്ത്തുമ്പോൾ രുക്മിണി പല്ലടിച്ചുകൊണ്ട് അവർ രണ്ടുപേരെയും മാറി മാറി നോക്കി. നിനക്ക് നാണല്ലേടി ഇവന്റെ പുറകെ ഇങ്ങനെ നടക്കാൻ? ഒരുത്തിയുണ്ട് ഇവന് കീപ്പായിട്ട്. ഇപ്പതാ വേറൊരുത്തി കൂടി ആ കൂട്ടത്തിൽ കൂടിയേക്കുന്നു. ഡീ, ഇവൻ പണ്ട് നിന്റെ മൊഞ്ചാണ്ട് നിന്നെ കയറി പിടിച്ചവനല്ലേ? ഇപ്പോഴും അതേ മൊഞ്ചാണ്ടിട്ട് തന്നെയാ നിന്റെ കൂടെ നിർത്തിയേക്കുന്നു. ആ അവനെങ്ങനെ വിശ്വസിക്കാതെ ആ വർഗീസിന്റെ കൂടെ പോയിരുന്നെങ്കിലേ നിനക്ക് അവിടെ രാജ്ഞിയെ പോലെ ജീവിക്കായിരുന്നു. വിഷം തുപ്പുന്ന വായ കൊണ്ട് അവർ ആ വാക്കുകൾ പറഞ്ഞു തീർത്തേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ദ്രന്റെ വലത് കൈപ്പത്തി ആഞ്ഞാഞ്ഞ് രുക്മിണിയുടെ കവിളിൽ വന്ന് പതിച്ചിരുന്നു. ആ ഒരൊറ്റടിയിൽ അവരുടെ തലകറങ്ങിപ്പോയി. നാണം കെട്ട സ്ത്രീയെ, ഇവള് നിങ്ങൾക്കൊരു മകളെ പോലെയല്ലേ? എന്നിട്ടാണ് ഈ അഴുക്ക് നാവിൽ നിന്ന് ഇതൊക്കെ വീഴുന്നത്? പറഞ്ഞൊന്ന് പൂർത്തിയാക്കാതെ അടുത്തടിക്കായി കൈപൊക്കി അവനെ ശ്രീബാല വീണ്ടും തടഞ്ഞു. വേണ്ട ഇന്ദ്രേട്ടാ, എനിക്ക് വേണ്ടി ഇനി ആരെയും തല്ലേണ്ട. ഞാൻ പോവാ, എനിക്ക് പോകണം. കവിളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണീർ തുടച്ചു മാറ്റി അവൾ വേഗത്തിൽ പെയ്യുന്ന മഴയിലേക്ക് ഇറങ്ങി നടന്നു. എന്നാൽ ഉയർത്തിയ കൈ വെറുതെ അഴുത്താൻ ഇന്ദ്രന്റെ ഉള്ളിലെ പക അനുവദിച്ചില്ല. അവൻ തിരിഞ്ഞെന്ന് ഒരു കനത്തടി കൂടി രൂപേഷിന്റെ മുഖത്ത് വെച്ചു കൊടുത്തു. ഇപ്പൊ ഞാൻ പോവാ, പക്ഷെ ഒരു വരവ് കൂടെ വരും ഞാൻ. അവസാനം മുന്നറിയിപ്പെന്നോണം അവന്റെ മുഖത്തിന് നേരെ വിരൽ ചൂണ്ടി ഇന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബാല പെരുമഴത്ത് കുറെ ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞിരുന്നു. അവൻ ബൈക്കുമായി അവൾക്ക് പുറകെ ചെന്ന് ആളെ വഴിയിൽ തടഞ്ഞു നിർത്തി. അപ്പോഴും അവിടെ ഏങ്ങലുകൾ അടങ്ങിയിരുന്നില്ല. നെഞ്ചു വിങ്ങി അവൾ വീതുമ്പുന്നുണ്ടായിരുന്നു. നീ എങ്ങോട്ടായി ഓടുന്നു? അവന്റെ ചോദ്യം ദൃഢമായിരുന്നു. എന്നാൽ അതിൽ അവളോടുള്ള കരുതലും നിറഞ്ഞിരുന്നിരുന്നു. അറിയില്ല. മുൻപെപ്പോഴോ പറഞ്ഞ അതേ മറുപടി തന്നെ അവൾ ആവർത്തിക്കുമ്പോൾ ഇന്ദ്രൻ ദീർഘമായി ഒന്ന് നെടുവീർപ്പെട്ടു. എന്റെ കൂടെ പോയിരുന്നോ എന്റെ പെണ്ണായിട്ട്? അവൻ പതുക്കെന്ന് മുന്നോട്ടാഞ്ഞ് അവളുടെ ആ നനഞ്ഞ കണ്ണുകളിലേക്ക് തന്നെ നോക്കി ചോദിച്ചു. ബാല ഒരു നിമിഷം തറഞ്ഞെന്ന് പോയി. അവളുടെ ശ്വാസം പോലും നിലച്ച പോലെ തോന്നി. ഒരുപാടൊന്നും എനിക്ക് പറയാൻ അറിയില്ല ബാലെ, പക്ഷെ ഇഷ്ടമായിരുന്നു. അന്നും ഇന്നും എന്നും. അന്നാ UP സ്കൂൾ വെച്ച് എന്റെ മനസ്സിലെവിടെ നിന്നോ കടന്നുകൂടി ഇഷ്ടമായത്. പിന്നെ നീ എന്നെ പാൻറ് കീറിയെന്ന് വിളിച്ച് കളിയാക്കിയപ്പോ അന്നത്തെ പ്രായത്തിൽ ആ പെണ്ണിനെ തന്നെ കെട്ടി കൂടെ കൂട്ടുന്നൊരു വാശിയായിരുന്നു എനിക്ക്. ആ വാശി ഞാൻ വളർന്നപ്പോൾ എനിക്കൊപ്പം വളർന്നു. നീ എന്റെ ഉള്ളിൽ ഒരു ഭ്രാന്തായി മാറിയപ്പോ അത് തുറന്നു കാട്ടാൻ അറിയാതെയാ നിന്റെ പുറകെ നടന്ന് ഞാൻ എപ്പോഴും ദേഷ്യം കാണിച്ചത്. അവന്റെ ശബ്ദം ആ മഴയത്ത് ഇടറുന്നുണ്ടായിരുന്നു. അവൻ അവളുടെ തോളുകളിൽ കൈകൾ വെച്ചു. ഈ 33 വയസ്സായിട്ടും നിന്റെ ഒരു ഒറ്റമുഖം മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടാടി. വേറൊരു പെണ്ണിനെ പോലെ ഈ കണ്ണുകൂടി ഞാൻ നോക്കാതെ പോയത്. ഇഷ്ടമാടി എനിക്ക്, 100 വട്ടം ഇഷ്ടമാ. എന്റെ കൂടെ വന്നാ ഈ ഇന്ദ്രൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കോളാം. മഴത്തുള്ളികൾ അവളുടെ മുഖത്തേക്ക് അടിച്ചു കയറുമ്പോഴും ഇന്ദ്രന്റെ ആ വാക്കുകൾ ബാലയുടെ കാതുകളിൽ ഒരു കുളിര് പോലെ വന്നു പതിച്ചു. വർഷങ്ങളായി ആരോടും പറയാതെ താനും ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച ആ പഴയ 7ാം ക്ലാസ്സുകാരിയുടെ കുഞ്ഞു പ്രണയം ഇന്നിതാ തന്റെ മുന്നിൽ തന്നെ ജീവനായി ചേർത്ത് പിടിക്കാൻ വെമ്പുന്നു. അവൾക്കും തന്റെ വികാരങ്ങൾ അടക്കാനായില്ല. ആ വേദനക്കിടയിലും അവൾ പൊട്ടിക്കരഞ്ഞോട് ഇന്ദ്രൻ നെഞ്ചിലേക്ക് ആഞ്ഞു വീണു. അവനെ മുറുക്കെ കെട്ടിപ്പിടിച്ചു. അവൾ ആ കണ്ണീരിനിടയിലും മനോഹരമായി പുഞ്ചിരിച്ചു. കൺപീലികളിലെ മഴത്തുള്ളികൾക്കൊപ്പം അവളുടെ ഇത്രയും നാളത്തെ സങ്കടക്കടലും ആ പുഞ്ചിരിയിൽ അലിഞ്ഞുപോയ നിമിഷമായിരുന്നത്. അവളൊന്നും മിണ്ടാതെ ഇന്ദ്രന്റെ തോളിലേക്ക് വീണ്ടും മുഖം ചായ്ക്കുമ്പോൾ ഇനി തനിക്ക് തണലാവാനും കാവലാവാനും ഈ നെഞ്ചുണ്ടെന്ന ഉറപ്പ് ആ ആലിംഗനത്തിലൂടെ ആ പെണ്ണിന്റെ മനസ്സിന് അവൻ കൊടുത്തു കഴിഞ്ഞിരുന്നു. പ്രകൃതി അവർക്ക് മേൽ പ്രണയത്തിന്റെ പുതുമഴ പിന്നീടും പലതവണ പെയ്യിച്ചുകൊണ്ടേയിരുന്നു. ദിവസങ്ങൾ എത്ര വേഗമാണ് ഓടിമറയുന്നല്ലേ. ഇന്ദ്രന്റെ നെഞ്ചിലെ ചൂടിലേക്ക് ഒതുങ്ങിക്കൂടി ആ കൈപ്പിടിച്ച് ശ്രീബാലാവിന്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് ഇന്നേക്ക് 3 വർഷം തികയുന്നു. ഇന്നും അവർക്ക് കൂട്ടായി നന്ദിനി ചേച്ചിയും ബിന്ദു ചേച്ചിയും ഒക്കെയുണ്ട്. പുറത്തു പെയ്യുന്ന മനോഹരമായ മഴയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ കഴിഞ്ഞുപോയ കാലങ്ങളൊക്കെയും ഒരു പഴയ സ്വപ്നം പോലെയാണ് ബാലയ്ക്കിപ്പോൾ തോന്നാറുള്ളത്. ആ കഴിഞ്ഞ വർഷങ്ങൾക്കിടയിൽ പിന്നെ രുക്മിണി അമ്മയോ വിദ്യയോ രൂപേഷിനെയോ ബാല കണ്ടിട്ടില്ല. ഒരിക്കൽ വീണ്ടും സ്വത്ത് ചോദിച്ചു വന്നിരുന്നു. വീണ്ടും ഒരു വാക്കുതർക്കം വേണ്ടെന്ന് കരുതി താൻ നിർബന്ധിച്ച് നല്ലൊരു തുക ഇന്ദ്രേട്ടനെ കൊണ്ട് അവർക്ക് കൊടുപ്പിച്ചിട്ടുമുണ്ട്. അതുമായി അവരാ നാട് വിട്ടു പോയി എന്നാണ് പിന്നീട് അറിഞ്ഞത്. പെട്ടെന്നാണ് മോളുടെ കരച്ചിൽ കേട്ട് ബാല ചിന്തകളിൽ നിന്ന് ഉണർന്നത്. അവരുടെ പ്രണയത്തിന്റെ അടയാളമായി വന്ന മകൾ അദ്രിക, അവരുടെ സ്വന്തം അമ്മക്കുട്ടി. അവൾക്കിപ്പോൾ 1.5 വയസ്സുണ്ട്. കുഞ്ഞിനെ വാരിയെടുത്ത് അവൾ താഴേക്ക് ചെല്ലുമ്പോൾ അവിടെ അടുക്കളയിൽ വലിയൊരു യുദ്ധം തന്നെ നടക്കുകയായിരുന്നു. 6 അടി പൊക്കമുള്ള ഇന്ദ്ര മുതലാളി കൈലിയും മടക്കി കുത്തി അടുക്കളയിൽ ചപ്പാത്തി വരുത്തുന്ന തിരക്കിലാണ്. ബാലഗർഭിണിയായത് മുതൽ അവൻ അടുക്കള കയറ്റിയതാണ് അവൾ. എപ്പോഴും ഇല്ല കേട്ടോ, ചിലപ്പോ. ഇടക്കൊക്കെ അവൻ മുഖം കറുപ്പിച്ച് കാണിക്കുമെങ്കിലും അവളുടെ ആ സ്നേഹക്കൂട്ടിൽ അവളോടും മോളും ഒപ്പമുള്ള ഈ ചെറിയ നിമിഷങ്ങളാണ് അവന്റെയും ലോകം. എന്താ ഇന്ദ്രേട്ടാ ഇത്? ഇന്ത്യയുടെ മാപ്പ് പോലെയാണോ ചപ്പാത്തി വരുത്തുന്നത്? അമ്മുവിനെ ഇടുപ്പിലിരുത്തി അടുക്കള വാതിൽ ചാരിയെന്ന് ബാല കളിയാക്കുമ്പോൾ ഇന്ദ്രൻ കയ്യിലെ ചപ്പാത്തി കോലുമെടുത്ത് തിരിഞ്ഞു നോക്കി. നിനക്കിത് വേണമെങ്കിൽ തിന്നണ്ട, എനിക്കിപ്പോ ഇതൊക്കെയേ പറ്റൂ. അവൻ മുഖവും വീർപ്പിച്ച് വീണ്ടും ചപ്പാത്തി പരത്തി തുടരുമ്പോൾ അവൾ അവനടുത്തേക്ക് നടന്നിരുന്നു. അപ്പയെ അടുത്ത് കണ്ടപ്പോൾ മോൾ അവനടുത്തേക്ക് പോകാൻ കൈ നീട്ടി. അപ്പ ഇപ്പൊ മോളുടെ അമ്മയുടെ അടിമക്കണ്ണാ മോളെ, ജോലികൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് അപ്പയുടെ അമ്മ കൂടി തൽക്കാലം ഇവിടെ ഇരിക്കി. മാവ് പുരണ്ട കൈകളോടെ വന്ന് അവളുടെ കവിളിന് ഉമ്മ നൽകുമ്പോൾ മോള് കുഞ്ഞിരിപ്പൽ കാണിച്ച് ചിരിച്ചു.
മോളെ ഒന്ന് കണ്ണിറുക്കി കാണിച്ച് അവൻ ബാലക്കടുത്തേക്ക് നീങ്ങുമ്പോൾ ആ കണ്ണിലെ കുസൃതി അവളും കണ്ടിരുന്നു. എന്തി ഈ നോട്ടത്തിലൊരു ദുരുദ്ദേശം? ആളുടെ ചോദ്യത്തിന് ഇന്ദ്രൻ അവളെ കൗണ്ടർ ടോപ്പിനോട് ചേർത്ത് നിർത്തി ആളുടെ കവളിൽ പതിയെ തലോടുമ്പോൾ ആ മുഖത്തും മാവ് പറ്റിപ്പിടിച്ചിരുന്നു. അല്ലെങ്കിൽ വേണ്ട, രാത്രി തരാം. തന്നെ ചേർത്ത് പിടിച്ചെന്ന് പെട്ടെന്ന് പിടിവിട്ട് പറയുമ്പോൾ ആളും കണ്ണൂർപ്പിച്ചു. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എന്തായി, നീ ആലോചിച്ചോ? അല്പം ഗൗരവത്തിൽ അവൻ ചോദിക്കുമ്പോൾ അവൾ അവന്റെ കയ്യിൽ അമർത്തി നുള്ളിക്കൊണ്ട് മോളെ കൗണ്ടർ ടോപ്പിലേക്ക് ഇരുത്തി. ഞാൻ ഇന്നലെ പറഞ്ഞു ഇവൾക്കൊരു 3 വയസ്സെങ്കിലും ആയിട്ട് മതി അടുത്താണെന്ന്. ആളുടെ മറുപടിക്ക് ഇന്ദ്ര മുഖം ചുളിക്കുമ്പോൾ അവൾ അവന്റെ പുറത്തേക്ക് കെട്ടിപ്പിടിച്ചു. ഇതാ പറ്റാത്ത, ഞാൻ ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെ വന്ന് എന്നെ കെട്ടിപ്പിടിക്കുമ്പോൾ എനിക്ക് പലതും തോന്നും. ഞാൻ ആഗ്രഹം പറഞ്ഞാൽ പിന്നെ ആട്ടേന്ന് മറുപടിയും. അവന്റെ പരിഭവങ്ങൾക്ക് അവൾ വീണ്ടും അവനിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ അവനിലെ ചൂട് ബാലയെ പൊതിയുകയായിരുന്നു. ആമക്കുട്ടി അപ്പോഴേയും കൗണ്ടറിൽ നിന്ന് ചെറിയ പാത്രമെടുത്ത് കളിക്കാൻ തിരക്കിലായിരുന്നു. ഇന്ദ്രൻ അത് മുതലെടുത്ത് ബാലയുടെ അരക്കെട്ടിലൂടെ കൈകൾ ചുറ്റി അവളെ തന്നിലേക്ക് ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. അടുത്തയാള് പിന്നെ മതിയെങ്കിൽ മതി, പക്ഷേ പുറത്ത് നല്ല മഴയാ. ഇന്ന് ചപ്പാത്തി മാത്രം പോരാ, ചിക്കൻ കറിയും വേണം. കൂടെ എന്റെ പെണ്ണിന്റെ കൈ കൊണ്ടിട്ടൊരു കട്ടൻ ചായ. അവനവളുടെ നനഞ്ഞ ചുണ്ടുകൾ പതിയേറി ചുംബനം നൽകി മന്ത്രിക്കുമ്പോൾ അവൾ ഒന്നുകൂടി അവനിലേക്ക് ഒതുങ്ങി നിന്നു. തരാം, ആദ്യം എന്നെ വീട്ട്. നാളം കൊണ്ട് ചുവന്ന മുഖത്തോടെ ബാല അവനെ തള്ളി മാറ്റാൻ നോക്കിയെങ്കിലും ഇന്ദ്രൻ അവളെ വിടാതെ ആ നെറ്റിയിൽ സ്വന്തം നെറ്റിമുട്ടിച്ച് നിന്നു. ആ കണ്ണുകളിൽ അത്രയും നാളത്തെ പ്രണയം അപ്പോഴും ഒരംശം കുറയാതെ നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. കണ്ണീരിന്റെയും കാത്തിരിപ്പിന്റെയും നാളുകൾക്കൊടുവിൽ തങ്ങൾക്കായി പെയ്യുന്ന ഈ മഴയത്ത് തങ്ങളുടെ കുഞ്ഞുമാലാഖയുമായി അവർ തങ്ങളുടെ സ്വർഗം തീർത്തു കഴിഞ്ഞിരുന്നു. ഇന്ദ്രന്റെ നെഞ്ചിലെ തണലിൽ ശ്രീബാല എന്നേക്കുമായി സുരക്ഷിതയായിരുന്നു.